അതേപോലെ തന്നെ യുദ്ധത്തിനിടയിൽ ഷഹാദത്ത് കരിമ ചൊല്ലി മുസ്ലിം ആവുന്ന കഥാപാത്രമുണ്ട്. വളരെ ഡിഫറെന്റ് ആയ ടെക്സ്റ്റുകൾ. മുഗളന്മാർ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഗളന്മാരാണ് രാമായണത്തെ പേർഷ്യനിലേക്കും മറ്റും ഇറച്ചിയിൽ മസാല ഒന്നും ചേർക്കാതെ തീയിന്റെ മുകളിൽ വെച്ച് വേവിച്ചു കൊടുക്കുന്നു. സീത പറയുന്നുണ്ട് നല്ല രുചികരമായ ഭക്ഷണം എന്ന് പറയുന്നുണ്ട്, ഇറച്ചി എന്ന് പറയുന്നുണ്ട്. ബൈബിൾ അല്ലെങ്കിൽ ഖുർആൻ ഇതൊക്കെ പറയുന്നത് മതഗ്രന്ഥങ്ങളാണ് തീർച്ചയായിട്ടും. അതിനൊക്കെ ഖുർആനിന് ഒരു ടെക്സ്റ്റേ ഉള്ളൂ. അതിൽ ഒരു അക്ഷരം മാറിയാൽ അത് പ്രശ്നമാണ്. അതിലൊരക്ഷരം മാറാൻ പറ്റില്ല എന്നാണ് അതിന്റെ പാരായണത്തിന്റെ ഈണങ്ങളിൽ പോലും ഇങ്ങനെ എന്നൊക്കെയുള്ള വ്യവസ്ഥകളുണ്ട്. അത് ഒരു ടെക്സ്റ്റ് ഒന്നാണ്. അത് എന്താ പറയാ, വിശ്വാസപരമാണ്. ബൈബിളിനും ഇതേ തലമുണ്ട്. നേരെ മറിച്ച് രാമായണം ബഹുസ്വരമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി അധ്യാപകനും ചരിത്രകാരനും എഴുത്തുകാരനുമൊക്കെയായ ഡോക്ടർ അസീസ് തരുവടയാണ്. അദ്ദേഹം രാമായണത്തെക്കുറിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് രാമായണം ഇത്ര ആഴത്തിൽ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്? ബൈബിളിനും ഖുറാനും ഒന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് രാമായണത്തിന് തോന്നിയത്? എന്റെ PhD വിഷയം ഇതിഹാസ കഥകളുടെ നാടോടി രൂപങ്ങൾ വയനാട് ജില്ലയിൽ എന്നതായിരുന്നു. രാമായണത്തിന്റെ വാമൊഴി ട്രഡീഷനെ കുറിച്ചാണ് ഞാൻ PhD ചെയ്തത്. ഒരേ സമയം തന്നെ രാമായണത്തിനും മഹാഭാരതത്തിനും വാമൊഴി രൂപങ്ങളുമുണ്ട്, വരമൊഴി രൂപങ്ങളുമുണ്ട്. നമ്മൾ പൊതുവെ ചർച്ച ചെയ്യുന്നത് രാമായണത്തിന്റെ വരമൊഴി രൂപങ്ങളെ കുറിച്ചാണ്. എഴുത്തച്ഛൻ അല്ലെങ്കിൽ വാൽമീകി ഇങ്ങനെ എഴുതപ്പെട്ട രാമായണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതേസമയം നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് പുറത്തും എഴുതപ്പെടാത്ത അനേകം രാമായണങ്ങളുണ്ട്. ഇപ്പോ നമുക്ക് പെട്ടെന്ന് രാമായണത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എഴുത്തച്ഛന്റെ രാമായണം അല്ലെങ്കിൽ വാൽമീകി രാമായണം അവിടെ അവസാനിച്ചു. അതേസമയം നമുക്കറിയാം വാൽമീകി രാമായണം എഴുതുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു കാലത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 19 മഹർഷിമാരെങ്കിലും രാമായണങ്ങൾ എഴുതിയിട്ടുണ്ട്. ശ്രീരാമദാസ ഗൗഡർ അദ്ദേഹത്തിന്റെ ഹിന്ദുത്വം എന്ന കൃതിയിൽ 19 മഹർഷിമാർ എഴുതിയ രാമായണങ്ങളിലെ സംക്ഷിപ്തം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ഏറ്റവും പ്രബലമായ 19 രാമായണങ്ങളിൽ അതിൽ ഏറ്റവും ഏത് കാലത്താണ് രാമായണം ഉണ്ടായി അങ്ങ് കരുതുന്നത്? ഏത് കാലത്താണ് ഇത് ആദ്യം ആരാ എഴുതിയത്? വാൽമീകിയും എഴുത്തച്ഛനൊക്കെ തന്നെയാണോ അതോ വേറെ? രാമായണം എഴുതപ്പെടുന്നതിന് മുമ്പ് വാമൊഴിയായി പ്രചരിച്ച ഒരു ടെക്സ്റ്റാണ്. അത് ഇങ്ങനെ പ്രചരിച്ച കഥയെ വാൽമീകിയെ പോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് 19 മഹർഷിമാര് കളക്ട് ചെയ്തു. അപ്പോ നാടോടിയായി പ്രചരിച്ച ഒരു കഥയെ പലരായി കളക്ട് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം അത് ഡിഫറെന്റ് ആയിരിക്കും. ഈ 19 രാമായണങ്ങളും ഡിഫറെന്റ് ആണ്. ഇത് കൂടാതെ ബൗദ്ധർക്ക് അവരുടേതായ രാമായണം ഉണ്ട്. ഇപ്പൊ ദശരഥ ജാതകം, അനാമകൻ ജാതകം എന്നൊക്കെ പറയുന്ന ബൗദ്ധ രാമായണങ്ങളുണ്ട്. അതുകൂടാതെ ജൈന മതസ്ഥർക്ക് വിമലാസുരി എഴുതിയ പൗമചരീയം എന്ന കൃതിയുണ്ട്. ഈ കൃതി എഴുതപ്പെട്ടിട്ടുള്ള പ്രാകൃത ഭാഷയിലാണ്, ബാക്കിയെല്ലാം സംസ്കൃതത്തിലാണ്. പൗമചരീയം എന്നതിന് സംസ്കൃതത്തിൽ പത്മചരിതം എന്ന് പറയാം. ഇതേപോലെ മുസ്ലിങ്ങൾക്കിടയിൽ അനേകം രാമായണങ്ങളുണ്ട്. ഇപ്പൊ ഇന്തോനേഷ്യയിൽ ഞാൻ കഴിഞ്ഞ വർഷം പോയിരുന്നു. അവിടെ ഒരു സെമിനാറിന് പോയിരുന്നു. അവിടെ ഹിക്കായത്ത് ശരീരാം എന്നൊരു രാമായണമുണ്ട്. അത് എഴുതിയത് സുനാൻ കാലിജാഗ എന്ന് പറയുന്ന ഒരു സൂഫിയാണ്. അതിന്റെ പേര്, രാമായണത്തിന്റെ പേര് ഹിക്കായത്ത് ശരീരാം എന്നാണ്. ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം കഥ എന്നാണ്. ശരീരാം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ, രാമകഥ. അതിൽ രാമനും രാവണനും ഒക്കെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. ആദം നബി, മുഹമ്മദ് നബി, ജിബിരിൽ, അലി ഇവരൊക്കെ അതിൽ കഥാപാത്രങ്ങളാണ്. തീർച്ചയായിട്ടും അവിടെ ഒന്നല്ല രാമായണങ്ങള്, വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവിടെ രാമായണം ഉണ്ടായിട്ടുണ്ട്. ആ രാമനും രാവണനും ഒക്കെ മുസ്ലിം ആണോ? അവിടുത്തെ താടി വെച്ച രാമനാണ് അവിടെ ഉള്ളത്. അവിടെ മാത്രമല്ല, ഫിലിപ്പൈൻസിലെ മുസ്ലിംസിന്റെ ഇടയിൽ ഇതേപോലുള്ള ഒരു രാമായണ ടെക്സ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. മാപ്പിള രാമായണം എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഒരു പാരഡി ടെക്സ്റ്റ് ആണ്. ഞാൻ ഇപ്പോ റിസർച്ച് ചെയ്തിരിക്കുന്നത് മുസ്ലിം വേർഷൻ ഉള്ള രാമായണങ്ങളെ കുറിച്ചാണ്. അപ്പോ അത് ഏറ്റവും അതിൽ വലിയൊരു സംഭാവന നമ്മൾ പറയേണ്ടത് മുഗൾ പീരീഡിലാണ് രാമായണം സത്യത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. രാമായണത്തെ വിദേശങ്ങളിലേക്ക് എത്തിച്ചത്, വിദേശ ഭാഷകളിലേക്ക് എത്തിച്ചത് മുഗളന്മാരാണ്. ഭയങ്കര നിങ്ങൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് രാമായണം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ മുഗളന്മാർ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഗളന്മാരാണ് രാമായണത്തെ പേർഷ്യനിലേക്കും മറ്റും
ഇതിന്റെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്. കാലഘട്ടം കൂടെ ഏകദേശം ഒന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ? എപ്പോഴാണ് ഈ വാമൊഴി തീർച്ചയായിട്ടും ഉണ്ടായത്, തീർച്ചയായിട്ടും. പിന്നെ വരമൊഴി ആയതപ്പോ ഓ, മുഗളന്മാർ ഇത് എപ്പോഴാണ് പ്രചരിപ്പിച്ചത്, തീർച്ചയായിട്ടും അതൊക്കെ പറയാം പറഞ്ഞ് പറയാം. അതൊക്കെ ഏത് പിന്നെ കാലഘട്ടങ്ങളിലാണ്? അതില് എനിക്ക് തോന്നുന്നത് സുനിത ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ഞാൻ വരാം. രാമായണത്തിന്റെ ഒരു കാലം എന്നൊരു ചോദ്യം അതിന്റെ ഉം. ഇടയിൽ സുനിത ചോദിക്കുന്നുണ്ട്. രാമായണത്തിന് രണ്ട് തരം കാലങ്ങളുണ്ട്. ഒന്ന് മിത്തിക്കൽ കാലമാണ്. മിത്തിക്കൽ കാലം എന്ന് പറഞ്ഞാൽ അത് രാമായണത്തിന്റെ ഉള്ളിൽ തന്നെ പറയുന്ന ഒരു കാലഗണനയുണ്ട്. ഇപ്പൊ യുഗകണക്ക്, മന്വന്തരങ്ങൾ എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. ഒരു യുഗം എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വർഷമാണ്. ഇപ്പോ രാമായണം നടന്നിട്ട് എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ ചില പണ്ഡിതന്മാർ അതിന്റെ ഒരു കണക്ക് കൂട്ടി അവതരിപ്പിക്കുന്നുണ്ട്. ആ കണക്കനുസരിച്ച്, രാമായണത്തിലെ കണക്കനുസരിച്ച് 1,41,49,115 ഞാൻ ഈ പറയുന്ന ഈ 15 വർഷത്തിന്റെ കണക്ക് 2008 ഞാൻ എന്റെ തീസിസിൽ എഴുതിയ കണക്കാണ്. അവിടുന്ന് വന്ന ഇനിയുള്ള വർഷങ്ങൾ കൂടി കൂട്ടുക. അതാണ്, ഇത് മിത്തിക്കൽ കാലാണ്. ഒരു വിശ്വാസിക്ക് അങ്ങനെ വിശ്വസിക്കാം, അത് മിത്തിക്കലാണ്. അതേസമയം ഹിസ്റ്റോറിയൻസ്, രാമായണത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള നിരവധി പണ്ഡിതന്മാരുണ്ട്. ഇപ്പോ യാക്കോബി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം പറയുന്ന BC 3-ാം നൂറ്റാണ്ട്. പിന്നെ ഗൊരേസിയോ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ BC 5-ാം നൂറ്റാണ്ട്. ഇങ്ങനെ കുറെ യാക്കോബി, ഇങ്ങനെ നിരവധി പണ്ഡിതന്മാര് രാമായണത്തിന്റെ കാലം നിർണ്ണയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ സംഗ്രഹിച്ചുകൊണ്ട് ഫാദർ കാമിൽ ബുൽക്കെ, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കാമിൽ ബുൽക്കെ അദ്ദേഹത്തിന്റെ PhD തീസിസ് ആയ രാമകഥ ഉൽപ്പത്തി ഓർ വികാസ് എന്ന കൃതിയിൽ പറയുന്നത് BC 3-ാം നൂറ്റാണ്ടിനും ഒരു 9-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് എഴുതപ്പെട്ട ഗ്രന്ഥം എന്ന് അദ്ദേഹം സംഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഒരു ചോദ്യം ഉത്ഭവിക്കുന്നുണ്ട്, ഇത് ബുദ്ധന്റെ പീരീഡ് അല്ലേ? തീർച്ചയായിട്ടും ബുദ്ധന്റെ കാലാണ്. അല്ല, കാരണം അപ്പൊ ബുദ്ധനെ വേറെ കുറിച്ച് ചോദ്യം, ഇത് ഒരാൾ എഴുതിയതാണോ പലരും എഴുതി പൂർത്തിയാക്കിയതാണോ? ഒരു കൃതി, ഇപ്പൊ വാൽമീകി രാമായണം പോലും ഒരു വാൽമീകി കാലത്ത് തന്നെ എഴുതി ഒരാളിരുന്ന് പൂർത്തിയാക്കി ഒരാളെ എഴുതി തീർക്കുന്നതല്ല. കാരണം അല്ല. അല്ല, അതിന് നമ്മൾ പ്രക്ഷിപ്തങ്ങൾ എന്ന് പറയും. പിന്നെയും കൂട്ടിച്ചേർക്കലുകൾ ഇതിലുണ്ടാവുന്നുണ്ട്. അത് ഓരോ രാജാക്കന്മാരും അവരുടെ വംശത്തെ ഈ കഥയിലേക്ക് കണക്ട് ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് നടന്നത്, മനോഹരം എന്ന് ഞാൻ പറയാം, മഹാഭാരതത്തിലാണ്. മഹാഭാരതം എന്ന് പറയുന്നത് ലോകത്തിലുണ്ടായിട്ടുള്ള സാഹിത്യ കൃതികളിൽ ഏറ്റവും ഗ്രേറ്റ് വർക്കുകളിൽ ഒന്നാണ്. നമ്മുടെ ഇല്യഡ്, ഒഡീസി, ഗ്രീക്ക് ഇതിഹാസങ്ങൾ, ഇത് രണ്ടും വെച്ചാലും നമ്മുടെ മഹാഭാരതത്തിന്റെ നാലയലത്ത് വരില്ല. കാരണം ഒരു കഥാപാത്രത്തിന്റെ തന്നെ ഈ ജന്മം, അടുത്ത മുജ്ജന്മം, വരാൻ പോകുന്ന പിന്നെ ജീവിതം, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ഇത് മൂന്നും ചിലപ്പം വരും. അപാരമായ എഴുത്ത് ശേഷിയുള്ള, പ്രതിഭയുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റൂ. അവിടെയും ഒരാളല്ല എഴുതിയിട്ടുള്ളത്. കാരണം മഹാഭാരതം നമുക്കറിയാം, ആദ്യം അത് 8,000 ശ്ലോകങ്ങളായിരുന്നു. അതിന് നമ്മൾ ജയം എന്നാണ് പറയാ. പിന്നീട് 25,000 ശ്ലോകങ്ങളാകുന്നു, അതിന് ഭാരതം എന്ന് പേരിട്ടു. പിന്നെയാണ് 1,00,000-ത്തിലധികം ശ്ലോകങ്ങളായിട്ട് അത് വർദ്ധിക്കുന്നത്. അപ്പോഴാണ് മഹാഭാരതമാകുന്നത്. ഇതിനും നിരവധി ടെക്സ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ മുഗളന്മാർ ഇത് പറഞ്ഞ രാമായണം കൊണ്ടുപോയത് ഏത് കാലത്താണ്? മുഗളന്മാരെ എപ്പോഴാണ് വിദേശത്തേക്ക് അത് ഞാൻ പറയാം. അതിന്റെ ഇടയിൽ എന്ന് പറയട്ടെ, ഇന്തോനേഷ്യയിൽ ഞാൻ നേരത്തെ രാമായണത്തെ കുറിച്ച് പറഞ്ഞു. അവിടെ മഹാഭാരതം ഉണ്ട്. അതിന്റെ പേര് ഹിക്കായത്ത് മഹായുദ്ധ എന്നാണ്. അതും മുസ്ലിം പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ്. ഹിക്കായത്ത് എന്ന് പറഞ്ഞ കഥ, മഹായുദ്ധ എന്ന് പറഞ്ഞാൽ മഹായുദ്ധത്തിന്റെ കഥ. അപ്പോ അതില് പിന്നെ മുസ്ലിങ്ങൾ സാധാരണ ഒരു നല്ല കാര്യമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഖുർആൻ അൽ ഫാത്തിഹ എന്ന് പറയുന്ന അധ്യായമൊക്കെ ഓതി പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുക. മഹാഭാരത യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഇവര് അൽ ഫാത്തിഹ ഓതി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. അതുപോലെ യുദ്ധത്തിന്റെ ഇടയിൽ ഷഹാദത്ത് കലിമ ചൊല്ലി. രാമായണമായിട്ട് അല്ല സെയിം ആണോ, അതോ രാമായണമായിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടോ? മഹാഭാരതത്തിലെ ഞാൻ പറയുന്നത് അല്ല, അവിടുത്തെ ആ മഹാഭാരതത്തില് ഖുറാനിലെ അതേ ഫാത്തിഹയാണോ, അത് ചെറിയ വ്യത്യാസം? അതെ, പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുന്നു. അതേപോലെ തന്നെ യുദ്ധത്തിനിടയിൽ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആവുന്ന കഥാപാത്രമുണ്ട്. വളരെ ഡിഫറെന്റ് ആയ ടെക്സ്റ്റുകൾ. അതുകൊണ്ട് ഒരു നമ്മൾ പണ്ട് പറയല്ലോ, പിന്നെ രാമൻ സീതക്ക് എപ്പടി എന്നുള്ളൊരു ചോദ്യം തമാശയായിട്ടാ പറയാ. ഇതൊരു മണ്ടന്റെ ചോദ്യമായിട്ടാ സാധാരണ പറയാ. രാമായണം മുഴുവൻ വായിച്ചിട്ടും രാമൻ സീതയുടെ ആരാന്നറിയില്ല. അതൊരു മണ്ടന്റെ ചോദ്യമല്ല, അതൊരു പണ്ഡിതന്റെ ചോദ്യം എന്ന് ഞാൻ പറയാ. കാരണം ഇപ്പൊ സുനിത രാമായണം എന്നൊരു വാക്ക് പറയുമ്പോ എന്റെ മനസ്സിൽ ഏത് രാമായണം എന്നാ ഉടനെ വരിക? ഏത് രാമായണം? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഫാദർ കാമിൽ ബുൽക്കെ അദ്ദേഹത്തിന്റെ തീസിസിൽ 300 രാമായണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ 300 രാമായണം എന്ന് പറയുന്നത് പോലും അപൂർണാണ്. കാരണം ഇത് ചരിത്രകാരന്മാരെയോ പണ്ഡിതന്മാരെയോ സംബന്ധിച്ചല്ലേ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് എഴുത്തച്ഛന്റെ രാമായണം അല്ലെങ്കിൽ വാൽമീകി രാമായണം അത്രയല്ലേ മനസ്സിൽ വരിക? ഏത് രാമായണം? അത് നമ്മൾ കൂടുതൽ പഠിക്കാത്തതുകൊണ്ടാണ്.
അപ്പോ അതിൽ തന്നെ നിരവധി അതിന് തന്നെ പാഠഭേദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ എഴുത്തച്ഛൻ ഒരിക്കലും വാൽമീകിയെ അല്ല ട്രാൻസ്ലേറ്റ് ചെയ്തത്. പിന്നെ സംസ്കൃതത്തിലുള്ള രാമാനന്ദിന്റെ നമുക്കറിയാം ആധ്യാത്മ രാമായണം എന്ന കൃതിയാണ് ട്രാൻസ്ലേഷന് ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞ ഈ ഡിഫറെന്റ് രാമായണങ്ങൾ ഉണ്ട് എന്ന കാര്യം സീതാദേവിക്ക് തന്നെ അറിയായിരുന്നു. കാരണം വാൽമീകി നമ്മുടെ അയോധ്യാകാന്ഡത്തില് എഴുത്തച്ഛന്റെ രാമായണത്തിന്റെ അയോധ്യാകാന്ഡത്തിൽ കാട്ടിലേക്ക് പോകുമ്പോൾ സീതയോട് രാമൻ പല തടസ്സങ്ങളും പറയാണ്. കൂടെ വരണ്ട, അവിടെ കല്ലുണ്ട്, മുള്ളുണ്ട്, ഹിംസ്ര ജന്തുക്കളുണ്ട്, പ്രശ്നമാണ്, വരണ്ടെന്ന് പറയുന്നു. അപ്പോ സീത പലതവണ പലതും പറഞ്ഞു നോക്കി, എന്നെയും കൂട്ട്, അങ്ങനെയല്ല, ഞാൻ ഒറ്റക്കാവില്ലെന്നൊക്കെ ആയിരിക്കും. അവസാനം സീത പറയുന്നത്, പല കവികൾ എഴുതിയ രാമായണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതിലൊന്നും സീതയെ കൂട്ടാതെ രാമൻ പോയിട്ടില്ല. കഥ തെറ്റിക്കരുത് എന്നാണ്. നമ്മളിപ്പോ പോസ്റ്റ് മോഡേൺ നരേഷനിലൊക്കെ പറയും കഥാപാത്രം കഥയിൽ ഇടപെടുന്നതിനെ കുറിച്ച്. സീത കഥയിൽ ഇടപെടുകയാണ്. സീത പറയുന്നത്, അത് എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണത്തിൽ നമുക്ക് കാണാം, രാമായണങ്ങൾ പലവും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ, ജാനകിയോട് കൂടാതെ. തീർച്ചയായും അത് അയോധ്യാകാന്ഡത്തിലാണ് ഈ പറയുന്നത്. പിന്നെ രാമായണങ്ങൾ പലതും കവിവര ആമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ, ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിന് എന്ന് പോയിട്ടുള്ളൂ, ഒരിക്കലും പോയിട്ടില്ല. സീതയെ കൂട്ടാതെ ഒരു രാമായണത്തിലും രാമൻ പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളായിട്ട് കഥ തെറ്റിക്കരുത് എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഇത് തുളസീദാസിന്റെ രാമഹൃദ മാനസത്തില് അതിലെ ഒരു കോട്ടിങ്, രാമ ഈസ് ബോൺ ഇൻ കൗണ്ട്ലെസ് വേസ്, ദർ ആർ മില്യൺസ് ഓഫ് രാമായണാസ് എന്നാണ്. ഇത് കമ്പരാമായണത്തിലും ഉണ്ട്. ഇത് ഒന്നാണെങ്കിലും അനേകമായിട്ട് പ്രചരിക്കുന്നു എന്ന് പറയുന്ന ആശയം അതിലും കാണാം. അപ്പോ നമ്മുടെ ഭക്തി മൂവ്മെന്റില്, ഭക്തി പ്രസ്ഥാനമാണ് രാമനെ ഒരു ദൈവമായിട്ട് കൂടുതൽ അവതരിപ്പിച്ചത്. ആ കാലത്ത് എഴുതപ്പെട്ട കൃതികളിലൊക്കെ തന്നെ ഈ ബഹുസ്വരതയെ കുറിച്ചുള്ള ഇത്തരം ആലോചനകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതിയ കാലത്തെ വാദമല്ല അനേകം രാമായണങ്ങൾ എന്നത്. അത് രാമായണത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. പിന്നെ എല്ലാ രാമായണത്തിലെ ഇപ്പൊ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമൻ പുരുഷോത്തമനാണോ എല്ലാ രാമായണത്തിലും? എല്ലാ രാമായണത്തിലും രാമൻ ഭയങ്കര വീരശൂര പരാക്രമി അല്ല? അല്ല. അതിൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ കളക്ട് ചെയ്ത എന്റെ വയനാടൻ രാമായണം എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ അടിയ രാമായണം എന്നൊരു ടൈറ്റിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. തൃശ്ശേരിയിലെ, വയനാട് ജില്ലയിലെ തൃശ്ശേരിയിൽ ഉണ്ടായിരുന്ന മാതേ എന്ന് പറയുന്ന ഒരു ആദിവാസി മൂപ്പൻ എനിക്ക് പറഞ്ഞു തന്നൊരു കഥയാണ്. അതില് അവരുടെ ദേവീ ദേവന്മാരൊക്കെ കഥാപാത്രമായിട്ട് വരും. മല്ലപ്പൻ, സിദ്ധപ്പൻ, നെഞ്ചപ്പൻ, ഇവരൊക്കെ രാമായണത്തിൽ കഥാപാത്രമായിട്ട് വരും. അവര് ഗോത്ര കോടതിയിൽ വെച്ച് രാമനെ വിചാരണ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗോത്ര കോടതിയിൽ വെച്ച് രാമനെയും ലക്ഷ്മണനെയും ഒക്കെ നിർത്തിയിട്ട്, ഹനുമാനെയൊക്കെ നിർത്തി ചോദ്യം ചെയ്യാണ്, ഇവര് ഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പാടുണ്ടോ, അതുപോലെ കുട്ടികളെ പരിപാലിക്കേണ്ടത് പിതാവിന്റെ കടമയല്ലേ എന്നൊക്കെ ആദിവാസി ദേവീദേവന്മാര് ഇവരെ ചോദ്യം ചെയ്തത്. അവിടെ രാമൻ ഇവരുടെ ദേവീദേവന്മാരുടെ മുകളിലുള്ള ഒരാളല്ല, അതിന്റെ താഴെയുള്ള ഒരു മനുഷ്യനാണ്. മനുഷ്യനായ രാമനെയാണ് ഒട്ടുമിക്ക എന്നല്ല അധിക രാമായണങ്ങളും അവതരിപ്പിക്കുന്നത് മനുഷ്യനായ രാമനെയാണ്. അപ്പൊ രാമന് തെറ്റ് പറ്റാം, ഒക്കെ സംഭവിക്കാം. അത് കുട്ടിക്കൃഷ്ണമാരാരുടെ വാൽമീകിയുടെ രാമൻ എന്ന ലേഖനം വായിച്ചാൽ നമുക്ക് കുറച്ചും കൂടി വ്യക്തമാവും നമ്മുടെ കാലത്ത് തന്നെ. ഇത്തരത്തിലുള്ള നിരവധി എന്താ പറയാ പഠനങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീപക്ഷത്ത് നിന്നുള്ള രാമായണങ്ങൾ ഇന്ത്യയിൽ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചർച്ചയിൽ ഒരിക്കലും തന്നെ അത് കടന്നു വരുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ടെക്സ്റ്റ് 16-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ്. ഒരു സ്ത്രീയാണ് എഴുതിയത്. സ്ത്രീയുടെ പേര് ചന്ദ്രപതി എന്നാണ്. ചന്ദ്രപതി എഴുതിയ രാമായണം ചന്ദ്രപതി രാമായണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ആ കൃതി അക്കാലത്ത് കുറച്ച് ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. പിന്നീട് അത് തമസ്കരിക്കപ്പെട്ടു. ഈ അടുത്ത കാലത്ത് വാമൊഴിയിൽ നിന്ന് അത് വീണ്ടും കളക്ട് ചെയ്തു. ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ അതിന്റെ പരിഭാഷ വന്നിട്ടുണ്ട്. മാതൃഭൂമിയാണ് അത് പബ്ലിഷ് ചെയ്തത്. ആ കൃതിയിൽ സീത സംസാരിക്കുന്നത് ഒരു ഫെമിനിസ്റ്റിനെ പോലെ ആധുനിക കാലത്ത്. പുസ്തകത്തിലെ ഊർമിളയുടെ പൊസിഷൻ എന്താ, സ്ഥാനം എങ്ങനെയാ ഊർമിള? ഊർമിളയെ കുറിച്ച് പറയുന്നതിന് മറ്റൊരു കാര്യം കൂടി പറയാം. ഇതിൽ സീത രാമനോട് പറയുന്നുണ്ട്, ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ട അനേകം സ്ത്രീകളുടെ നിലവിളി ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീത വളരെ ക്ഷുഭിതയായിട്ട് സംസാരിക്കുന്നുണ്ട് രാമനോട് ചന്ദ്രപതി രാമായണത്തിൽ. ഊർമിള നമ്മുടെ രാമായണങ്ങളിലെല്ലാം തന്നെ, ഏതെങ്കിലും ഒരു രാമായണം എല്ലാം പറയുന്നത്
നമസ്കരിക്കപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് എല്ലാത്തിലും തോന്നുന്നത്. എല്ലാ വെർഷനിലും. പൊതുവെ ഞാൻ കണ്ട ഒട്ടുമിക്ക ടെക്സ്റ്റുകളും ചിലതിൽ അതിന് ഊർമിളയെ കുറിച്ച് പറയുന്നേ ഇല്ല. പറയാത്ത രാമായണങ്ങളെ ഞാൻ സൂചിപ്പിക്കാം. വനവാസത്തിന് പോകുമ്പോൾ രാമൻ കാട്ടിലേക്ക് പോകുന്നു, കൂടെ സീതയും പോകുന്നു. തീർച്ചയായിട്ടും ന്യായമാണ്, പോകുന്നു. പക്ഷെ ഊർമിളയെ കൂട്ടുന്നുണ്ടോ? പിന്നീട് ഊർമിളയുടെ ജീവിതം എന്താണ്? ഇതേക്കുറിച്ച് കാര്യമായ എന്താ പറയാ പരാമർശങ്ങൾ നമുക്ക് രാമായണങ്ങളിൽ കിട്ടുന്നില്ല. ഇപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്തൊരു യുദ്ധമില്ലാത്ത രാമായണങ്ങളുണ്ട്. വളരെ സമാധാനപരമായിട്ട് നടക്കുന്ന രാമായണ കഥകളുണ്ട്. ഇപ്പം ഈജിപ്തിലെ വലിയൊരു സാഹിത്യകാരൻ എഴുതിയ ഒരു രാമായണമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാമായണത്തെ അദ്ദേഹം അങ്ങോട്ട് പകർത്തിയതായിരിക്കും. കാമിൽ സായദി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞ കാമിൽ ബുൽക്കയുണ്ട്, ഇദ്ദേഹം കാമിൽ സായദി. ആ രാമായണത്തിന്റെ പേര് ഫി ദാബത്തി ഷയാത്തീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ പിശാചുക്കളുടെ ഘോര വനാന്തരത്തിൽ എന്നാണ് അതിന്റെ മലയാള പരിഭാഷ. അത് ഏറെക്കുറെ സമാധാനപരമാണ്, അതിൽ യുദ്ധമില്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പൊ ഹിഡുംബി ഒന്നുമില്ലേ ഇതിലൊന്നും? ഹിഡുംബി മഹാഭാരതത്തിലാണ്, രാമായണത്തിലല്ലല്ലോ. ഭീമന്റെ രാമായണത്തിൽ ഹിഡുംബി വരുന്നേ ഇല്ലേ? ഇല്ല, ഹിഡുംബി മഹാഭാരതത്തിലെ കഥാപാത്രമാണ്. അത് അവിടെയും റൊമിള താപ്പറിന്റെ പൗള റിച്ച്മാൻ എന്ന അമേരിക്കയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വലിയൊരു രാമായണ ഗവേഷകരുണ്ട്. അവരുടെ മെനി രാമായണാസ്, അതേപോലെ 2-3 കൃതികൾ അവർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വ്യക്തിബന്ധമുള്ള ഒരു ഗവേഷകയാണ്. അവരുടെ പുസ്തകങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പുസ്തകങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് പുസ്തകം. അപ്പോൾ പൗള എഡിറ്റ് ചെയ്ത ആ പുസ്തകത്തിൽ പിന്നെന്താ പറയുക, രാക്ഷസന്മാരോട് എന്ത് സമീപനമാണ് രാമായണ കാലത്തും മഹാഭാരത കാലത്തും സ്വീകരിച്ചത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോ രാക്ഷസന്മാര്, അസുരന്മാര് എന്നൊക്കെ പറയുന്നത് പൗരാണിക ഇന്ത്യയിൽ എന്താ പറയാ അന്യവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റീസ് ആണ്. അവരിപ്പോഴും ഇന്ത്യയിലുണ്ട്. അത് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. ഹിഡുംബിയോട് എന്ത് സമീപനമാണ് ഭീമൻ സ്വീകരിച്ചത് നമുക്കറിയാം. ഭീമൻ കല്യാണം കഴിക്കുന്നു. അതേസമയം രാമായണമാണ് പഴക്കം, മഹാഭാരതം പിന്നീട് എഴുതപ്പെട്ടതാണ്. രാമായണത്തില് ശൂർപ്പണഖ രാമനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു. അപ്പോ രാമൻ പറയുന്നത് രാമനല്ല, പിന്നീട് ദശരഥന്റെ അടുത്ത് ലക്ഷ്മണന്റെ അടുത്തും പോകുന്നുണ്ട്. അവിടെ ശൂർപ്പണഖയുടെ മൂക്കും മുലയും ചുണ്ടും ഒക്കെ ഛേദിച്ച് വളരെ അപമാനിച്ചു വിടുകയാണ് ചെയ്യുന്നത്. പ്രണയാഭ്യർത്ഥന നടത്തുന്ന ശൂർപ്പണഖയെ രാമൻ ചെയ്യുന്നത്. രാവണന്റെ അടുത്തേക്ക് പിന്നീട് പോയി സീതയെക്കുറിച്ച് പറയുന്നതൊക്കെ നമുക്കറിയാം ഈ ഒരു കഥാപാത്രമാണ്. അവിടെ ആ രീതിയിൽ അപമാനിച്ചു വിടുന്നു. നേരെ മറിച്ച് മഹാഭാരതത്തിലേക്ക് എത്തുമ്പോൾ ഹിഡുംബി ഒരു രാക്ഷസിയാണ്. അവരോട് സ്വീകരിക്കുന്ന സമീപനം അവരെ കല്യാണം കഴിക്കുന്നു. ഇതിൽ നിന്ന് ഇപ്പോ രാമായണ ഗവേഷകരായിട്ടുള്ള പല പണ്ഡിതന്മാരും വായിച്ചെടുക്കുന്ന ഒരു കാര്യം, ആര്യാധിനിവേശത്തിന് ശേഷമാണല്ലോ ഈ കൃതികൾ. ആര്യൻ ലിറ്ററേച്ചറാണ് രാമായണവും മഹാഭാരതവും ഒക്കെ. അപ്പോ അവർ ഇന്ത്യയിലേക്ക് വന്ന ഉടനെ തദ്ദേശീയരോട് എന്ത് സമീപനം സ്വീകരിച്ചു, അതാണ് രാമായണത്തിൽ നമ്മൾ കാണുന്നത്. വന്ന ഉടനെ ഇവിടെ ലയിച്ചു ചേർന്നിട്ടില്ല. പക്ഷെ മഹാഭാരതത്തിന്റെ കാലം എത്തുമ്പോഴേക്ക് ആ ലയിച്ചു ചേരൽ നടന്നു കഴിയുന്നു. അവിടെ കല്യാണമൊക്കെ തദ്ദേശീയരുമായിട്ട് സാധ്യമാവുന്നു എന്ന രീതിയിൽ വായിക്കപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് സംഭവങ്ങൾ. എങ്ങനെയാണ് രാമായണത്തെ കാണുന്നത്? എങ്ങനെയാ കാണുന്നത്? അതാത് കാലത്തെ ഒരു ചരിത്രമായിട്ടാണോ, അതാത് കാലത്തെ ജീവിതം ഒപ്പിവെച്ചതായിട്ടാണോ? ഈ വെറൈറ്റി എങ്ങനെയാ വന്നത് എന്നാ കരുതുന്നത്? ജീവിതത്തിൽ വന്ന മാറ്റാണോ ആളുകളുടെ? രാമായണം ചരിത്രമാണോ എന്നുള്ള ചോദ്യത്തിന് പെട്ടെന്ന് എനിക്ക് 2 ഹിസ്റ്റോറിയൻസിന്റെ ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് MGS നാരായണൻ. MGS പറയുന്നത് രാമായണം ഒരു ചരിത്ര ഗ്രന്ഥമാണെന്ന് പറയുന്നത് വാൽമീകിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. KN പണിക്കര് അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തെ പറയുന്നുണ്ട്, മിത്തും ചരിത്രവും 2ആണ്. മിത്തിനെ ചരിത്രമാക്കുമ്പോൾ ചരിത്രകാരൻ ചരിത്രത്തോട് വിട പറയുന്നു എന്ന്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പം ഇന്ത്യക്ക് പുറത്ത് ഞാൻ പറഞ്ഞു ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം രാമായണം ഏറിയോ കുറഞ്ഞോ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, അതേപോലെ ചൈന, വിയറ്റ്നാം, ജപ്പാൻ, നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ബർമ്മ, ഭൂട്ടാൻ, ഇവിടെയൊക്കെ രാമായണങ്ങളുണ്ട്. മാത്രമല്ല ഈ അടുത്ത് ഭൂട്ടാനിലെ രാജാവ് പറഞ്ഞു സീതയൊക്കെ ഞങ്ങളെ നാട്ടുകാരിയാ, ഞങ്ങളുടെ കഥ നിങ്ങൾ മോഷ്ടിച്ചതാണ്. ഞാൻ ആ സമയത്ത് കൗണ്ടർ പഞ്ചില് ഒരു ആർട്ടിക്കിൾ ചെയ്തിരുന്നു. എന്റെ ആർഗ്യുമെന്റ് അത് അദ്ദേഹത്തിന് പറയാം. കാരണം ഇപ്പൊ നമ്മൾ വാൽമീകി രാമായണത്തിൽ പറയുന്ന
സീതയുടെ നാടായി പറയുന്ന ജനക മഹാരാജാവിന്റെ നാടൊക്കെ ഉള്ളത് നേപ്പാളിലാണ്, ഇന്ത്യയിലല്ല. ആർത്ഥത്തിലും ഒക്കെ പിന്നെ ഏത് രാജ്യക്കാരനും ഇത് ഞങ്ങളെ നാട്ടിലെ കഥയാന്ന് പറയാം. ഇപ്പൊ ഫിലിപ്പൈൻസിൽ പോയാൽ, പിന്നെ തായ്ലാന്റിൽ അയോധ്യ എന്നൊരു സ്ഥലം തന്നെയുണ്ട്. ഒരു അയോധ്യ അല്ല നമുക്കുള്ളത്, കുറഞ്ഞത് 20 അയോധ്യകളെങ്കിലും നമുക്ക് പലയിടത്തായിട്ടുണ്ട്. അതിൽ 3-4 അയോധ്യ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്, ഇന്ത്യയിലല്ല. അഫ്ഗാനിസ്ഥാനിലുണ്ട്. ഇങ്ങനെ അറബ് രാജ്യങ്ങളിൽ ചിലടത്ത്, ഈജിപ്ത്, ആ ഒരു ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കഥകളുണ്ട്. അവിടുത്തെ ഒരു രാജപരമ്പരയുടെ പേര് രാംസേസ് ഒന്നാമൻ രണ്ടാമൻ എന്നൊക്കെയാണ്. സിറിയയിലെ ഒരു രാജാവിന്റെ പേര് ദശരഥ് എന്നാണ്, ദശരഥൻ. അത് അത് ധാരാളം സ്റ്റഡീസ് വരുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്തൊരു വർക്ക് അതിനെക്കുറിച്ചാണ്, ഈ 20 അയോധ്യകളെ കുറിച്ചാണ്. അവിടെ എന്ത് വിശ്വസിക്കപ്പെടുന്നു, അതിനെക്കുറിച്ച് ഹിസ്റ്റോറിയൻസ് എന്ത് പറയുന്നു, ഈ ഒരു സ്റ്റഡിയാണ്. ഡോക്ടർ അസീസ് തരുവണയെ സംബന്ധിച്ച് ആരാണ് ശ്രീരാമകൃഷ്ണൻ? ഒരു എന്താ പറയാ, ഇതിന് ഞാൻ എന്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കുട്ടിക്കൃഷ്ണമാരാരുടെ ഉത്തരാണ് എനിക്കിഷ്ടം. കുട്ടിക്കൃഷ്ണമാരാർ ഒരു കഥാപാത്രമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ എന്ത് തരത്തിലുള്ള ഒരു ഏത് അതെ, ഒരു പിന്നെ ഇപ്പോ നമ്മുടെ ഫിക്ഷനിലൊക്കെ വരുന്ന ഒരു കഥാപാത്രം. നിങ്ങൾ തകഴിയുടെ ചെമ്മീൻ വായിച്ചിട്ടുണ്ടാവും. നമ്മള് ഇപ്പോ ശ്രീരാമനെ നമ്മള് മര്യാദാ പുരുഷോത്തമൻ അല്ലെങ്കിൽ വീരശൂര പലതരത്തിൽ ആളുകള് ഇതാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയും കാലം പഠിച്ചു കഴിഞ്ഞ അങ്ങയോട് ശ്രീരാമകൃഷ്ണൻ ആരാണെന്ന് ചോദിച്ചാൽ മനസ്സിലുള്ള ചിത്രം എന്താ? ഞാൻ ഇതിലൊരു അക്കാഡമിഷ്യനാണ്, ഞാൻ വിശ്വാസിയല്ല വിഷയത്തിൽ. കാരണം ഒരേ സമയം ഈ ടെക്സ്റ്റുകൾക്ക് 2 തരം വായനകളുണ്ട്. ഒന്ന് കൾച്ചറൽ ടെക്സ്റ്റ് ആണ് രാമായണം, അതേസമയം റിലീജിയസ് ടെക്സ്റ്റുമാണ്, രണ്ടുമുണ്ട്. ഞാൻ അതിന്റെ കൾച്ചറൽ ടെക്സ്റ്റിനെ കുറിച്ചാണ് കൂടുതൽ താല്പര്യപൂർവ്വം സംസാരിക്കുക. അതും മറ്റേതും എന്റെ വിഷയം തന്നെയാണ്, എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ കൾച്ചറൽ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കൃതിയോട് സംവദിക്കാം. മറ്റേതിൽ ചോദ്യങ്ങളില്ല. മതവിശ്വാസത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറം ചോദ്യമില്ല. നമ്മൾ അതിനെ വികാരം വ്രണപ്പെടുത്താനൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കൾച്ചറൽ ടെക്സ്റ്റ് എന്ന രീതിയിൽ ഇതിൽ ചോദ്യങ്ങളുണ്ട്, അതിനോട് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ട്. പണ്ട് എന്റെ PhD വൈവയില് ഒരു ചോദ്യം ചോദിച്ചു, ഈ പുഷ്പക വിമാനത്തിന്റെ സാങ്കത്യം എന്തിനാണ്? എനിക്ക് എന്റെ ഉത്തരമുണ്ട്. എന്താന്ന് വെച്ചാൽ, ഒരു കൈയൊതുക്കമുള്ള ഒരു എഴുത്തുകാരന്റെ ഒരു സൃഷ്ടിയാണ് പുഷ്പക വിമാനം. കാരണം ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ, യുദ്ധത്തിന് വേണ്ടി ലങ്കയിലേക്ക് പോകുന്നു. ഏത് ലങ്ക എന്നുള്ള ചോദ്യമുണ്ട്. അത് നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിന്റെ ഉത്തരം പറയാം. അപ്പോ ലങ്കയിലേക്ക് പോകുമ്പോ ആ പോകുന്ന റൂട്ട് വർണ്ണിക്കുന്നുണ്ട്. ഇനി തിരിച്ചു വരുമ്പോ അതേ റൂട്ടിലൂടെ തിരിച്ചു വന്നാൽ അവിടെ അതേ റൂട്ട് പിന്നെയും വർണ്ണിക്കേണ്ടി വരും. അപ്പൊ എന്താ ചെയ്യുന്നത്? രാമൻ പറയുന്നു, എനിക്ക് നാളെയാണ് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടേണ്ട ചടങ്ങൊക്കെ, അതുകൊണ്ട് എനിക്ക് അയോധ്യയിലേക്ക് എത്തണം. അപ്പോ വിഭീഷണൻ ചോദിക്കുകയാണ്, അതിനെന്താ പ്രശ്നം, നമ്മുടെ വിമാനം ഉണ്ടല്ലോ, അതിൽ പോവാന്ന്. എന്നിട്ട് അവര് മുകളിലൂടെ പോകുന്നു, ആകാശത്തിലൂടെ. ആ വിമാനത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് അറിയണം. 100,000-ലധികം വാനരന്മാർ അതിൽ താമസിച്ചിട്ടുണ്ട്. വാനരൻ എന്ന് പറഞ്ഞാൽ വനത്തിൽ താമസിക്കുന്ന നരനാണ്. കുരങ്ങ് എന്നതൊക്കെ വിശ്വസിക്കാം, ഞാൻ അത് നിഷേധിക്കുന്നില്ല. കാരണം വാൽമീകി രാമായണത്തിലുള്ള കുരങ്ങന്മാർ സംസാരിക്കും, അവർക്ക് കല്യാണം കഴിക്കും, അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് രാജവംശങ്ങളുണ്ട്, രാജാക്കന്മാരെയൊക്കെ നമുക്കറിയാം. അപ്പോൾ 100,000-ഓളം വാനരന്മാര് വിമാനത്തിൽ കയറുന്നു. വിന്ധ്യാപർവ്വതത്തിന്റെ മുകളിലെത്തിയപ്പോ ഇവര് പറയുന്നു, ഞങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും ഒക്കെ ചടങ്ങ് കാണണം, നമ്മുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്ന് പറയാം ഇപ്പോഴത്തെ ഭാഷയിൽ. എന്താ പ്രശ്നം? അവിടെ വിമാനം നിർത്താൻ പറയുന്നു, അവരും കയറുന്നു. ഏകദേശം ഒരു 2,00,000-ഓളം ആളുകൾ കയറിയ ഒരു വിമാനമാണത്. അത് സുഗന്ധപൂരിതമാണ്, സ്വർണ്ണ നിർമ്മിതമാണ്. അതിന് പൈലറ്റ് ആവശ്യമില്ല, അതിന് പെട്രോൾ ആവശ്യമില്ല, വിമാനത്താവളം ആവശ്യമില്ല. ധ്യാനിച്ചിരുന്നാൽ ആ വിമാനം മുമ്പിലേക്ക് വരും. എന്ന് മാത്രമല്ല, ചിരഞ്ജീവിയാണ് ഈ വിമാനം. നിങ്ങൾ അടിച്ചു പൊളിച്ചാലും അത് പഴയ രൂപത്തിൽ തന്നെ ആവും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ആ വിമാനത്തിലാണ് കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ കയറി വരുമ്പോ ആ സ്ഥലങ്ങൾ പിന്നെ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. കൈയൊതുക്കമുള്ള നല്ലൊരു എഴുത്തുകാരൻ ആവർത്തന വിരസത ഒഴിവാക്കും. ഞാൻ പറയും, ആ കഥാസന്ദർഭത്തിലേക്ക് വിമാനം കൊണ്ടുവന്നതിന്റെ ഒരു സാങ്കത്യം തീർച്ചയായിട്ടും അത് ആവർത്തന വിരസത ഒഴിവാക്കാനും കൂടിയായിരിക്കും. ഇതെന്റെ ഒരു കൾച്ചറൽ ടെക്സ്റ്റ് എന്ന രീതിയിലുള്ള എന്റെ വായനയാണിത്. ഇതൊരു മതവിശ്വാസം. അതേപോലെ ഒരു ഉത്തരം ശ്രീരാമനെ കുറിച്ച് ചോദിച്ചാലും ഇല്ലേ? എന്തുകൊണ്ടാണ് ശ്രീരാമനെ, ആ ഒരു ഉത്തരം ശ്രീരാമനെ കുറിച്ചും ഇല്ലേ?
പക്ഷെ അത് പറഞ്ഞില്ലല്ലോ ഞാൻ തീർച്ചയായിട്ടും ചോദിച്ചപ്പോ. ഉണ്ട്. ശ്രീരാമനെ പോലെ ഒരു തീർച്ചയായിട്ടും. ക്യാരക്ടർ, ഒരു കഥാപാത്രം എന്താ ആ ടെക്സ്റ്റിന്റെ പ്രസക്തി അല്ല, എന്താ? നിങ്ങൾ ഇപ്പൊ ചോദിച്ചു മര്യാദ പുരുഷോത്തമൻ. മര്യാദ പുരുഷോത്തമൻ, നീതിമാൻ എന്നതൊക്കെ ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാം. ഞാൻ അതിന് എതിരുമല്ല, അവരുടെ വിശ്വാസത്തെ മാനിക്കുന്നു. ഇപ്പോ ദലിത് പക്ഷത്തു നിന്നുള്ള പുതിയ വിമർശനങ്ങൾ നോക്കുക. ഇപ്പൊ ശംഭുകന്റെ തല അറുത്ത രാമൻ, എന്തായിരുന്നു സംഭവം? ഒരു രാമരാജ്യത്ത് ഒരു ബ്രാഹ്മണ ആ, ബാലൻ ഒരു അപമൃത്യുവിന് ഇരയാവുകയാണ്, മരിക്കുകയാണ്. ഉം. അപ്പൊ രാമൻ അവിടുത്തെ പണ്ഡിതന്മാര്, ഇവരുടെ ജ്യോതിഷികളും മറ്റും എന്തോ അനർത്ഥം നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് കണ്ടെത്തുകയാണ്. എന്താ അനർത്ഥം? വനാന്തരത്തില് ഒരാൾ തപസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ചണ്ടാള ജാതിയിൽപ്പെട്ടയാണ്. അപ്പൊ ഉടനെ രാമൻ എന്ത് ചെയ്യുന്നു? പുഷ്പവിമാനത്തിലാണ് പോകുന്നത്. അവിടെ പോകുന്നു. ഇദ്ദേഹം തല കീഴായി നിന്ന് തപസ് ചെയ്യുകയാണ് നമ്മുടെ ശംഭുകൻ. ശംഭുകനോട് ചോദിക്കുന്നത്, നീ ഏത് യോനിയിൽ ജനിച്ചവനാണ് എന്ന് പറഞ്ഞാൽ നീ ഏത് കുലത്തിൽ ജനിച്ചവനാണ് എന്ന് ചോദിക്കുന്നു. ഞാൻ ചണ്ടാള ജാതിയിൽ ജനിച്ചതാണെന്ന് പറയുന്നു. അപ്പൊ രാമൻ ചെയ്യുന്ന തല വെട്ടിയെടുക്കുകയാണ്. ഉം. ഇതിനെ ഏത് നീതിയുടെ ത്രാസിൽ വെച്ചിട്ട് നമ്മൾ അളക്കും എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോ ഏകലവ്യന്റെ പെരുവിരൽ ദക്ഷിണയായി ചോദിച്ചത് മഹാഭാരതത്തിൽ കാണാം. അപ്പോ ഈ രീതിയിലുള്ള ദലിത് പക്ഷത്ത് നിന്നുകൊണ്ടുള്ള വിമർശനങ്ങൾ ധാരാളം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അത് ഡോക്ടർ ഞാൻ ശ്യാംകുമാർ ഒക്കെ ഇതിനെ കുറിച്ച് വളരെ നല്ലതായിട്ട് പലപ്പോഴും ഈ അവരുടെ ഒരു അല്ല, ആ ഒരു റീഡിംഗ് വായന ഉണ്ട്. നടത്തുന്നുണ്ടല്ലോ. നമുക്ക് അദ്ദേഹം പറയുന്നത്, ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഒരു തരത്തിലല്ല അനേകം തരത്തിൽ നോക്കിക്കാണാം. ഇതൊരു പോസ്റ്റ് മോഡേൺ തിയറി കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം നിങ്ങൾ വായിക്കുന്നത് പോലെയല്ല ഞാനൊരു ടെക്സ്റ്റ് വായിക്കുന്നത്. ഒരു കൃതി എന്തും നമ്മൾ ഒരു കൃതി, ഒരു ടെക്സ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു എഴുതപ്പെട്ട ടെക്സ്റ്റ് മാത്രമല്ല, ഒരു പ്രസംഗമാവാം, എന്തും ആവാം. ഇത് നമ്മൾ ഒരേപോലെയല്ല വായിക്കുന്നത്. ശ്യാംകുമാറിൻ്റെത് മാത്രമല്ല, ദളിത് പക്ഷത്തു നിന്നുള്ള വിമർശനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഈ രീതിയിൽ രാമനെ വിചാരണ ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും അതിന്റെ സാധ്യതകളുണ്ട്. ഈ ടെക്സ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ പെട്ടെന്ന് ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ് എന്ന രീതിയിലാണ് വാൽമീകി രാമായണത്തെ കാണുന്നത്. എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണത്തിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ ബ്രാഹ്മണരുടെ കാലിന്റെ അടിയിൽ പറ്റിയ മണ്ണ്, പൊടികൾ കൊണ്ട് എന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണല്ലോ തുടങ്ങുന്നത്. അപ്പോ ആ വിമർശനങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു കൾച്ചറൽ ടെക്സ്റ്റ് എന്ന നിലക്ക് എനിക്ക് ആർക്കും അതിനെ വിമർശിക്കാം, അതിനെ സമീപിക്കാം. അതേസമയം ഒരു റിലീജിയസ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വിശ്വാസിക്ക് അത് വിശ്വസിക്കാം, അത് അയാളുടെ അവകാശമാണ്. അപ്പോൾ രാമായണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു കാലത്ത് ഒരു വ്യക്തി എഴുതിയതല്ല. ഒരു വ്യക്തി ഒരു കാലത്ത് എഴുതിയതല്ല, അനേകം കാലങ്ങളിൽ അനേകം രാമായണങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ പ്രബല ഭാഷകളിലെയും ആദ്യത്തെ അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു കൃതി ഒരുപക്ഷെ രാമായണമായിരിക്കും. ഇപ്പൊ മലയാളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള കൃതി ചീരാമൻ എന്നൊരു കവിത, ശ്രീരാമനല്ല ചീരാമൻ എഴുതിയ രാമചരിതം എന്ന കൃതിയാണ്. നമ്മുടെ NGOസിന്റെ ഒക്കെ അഭിപ്രായത്തിൽ ഒരു 700-750 വർഷം പഴക്കമുള്ള ഒരു കൃതിയാണ്. അതിലെ ലക്ഷ്യം എന്തെന്നുണ്ട്? അത് വാൽമീകി രാമായണത്തിന്റെ യുദ്ധകാന്ഡത്തെ ആസ്പദമാക്കിയുള്ള ഒരു കൃതിയാണ്. ബടജനങ്ങൾക്ക്, യുദ്ധത്തിന് പോകുന്ന ജനങ്ങൾക്ക്, ആളുകൾക്ക് പ്രചോദനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആ രാമായണം എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ ലക്ഷ്യം അതാണ്. ഇനി 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണത്തിന്റെ ലക്ഷ്യം ജനങ്ങൾ ഭക്തിയിൽ നിന്ന് വ്യതിചലിച്ച് വളരെ ദുർനടപ്പ് പാലിച്ച്, എന്താ പറയാ, വ്യതിചലിച്ചിരുന്ന ഒരു കാലത്ത് അവരെ ഭക്തി മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് ശുദ്ധീകരിക്കുക എന്നതാണ് എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണത്തിന്റെ ലക്ഷ്യം. അത് ഓരോ കാലത്തും ഒന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കാലത്ത് രാമായണം എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ പൊളിറ്റിക്കൽ ആയിട്ടാണ് നമ്മുടെ കാലത്ത് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ചും കൂടി ഒരു വിശദമായി സംസാരിക്കേണ്ട ഒരു ഏരിയ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2 ദിവസം മുമ്പത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ശ്രാവണ മാസം ആയതുകൊണ്ട് KFC-യിൽ ചിക്കൻ വിൽക്കരുതെന്ന് പറഞ്ഞിട്ട് UP-യിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ് സംഘപരിവാറിലെ മനുഷ്യരുടെ നേതൃത്വത്തിൽ. അപ്പോ ഇപ്പൊ പറഞ്ഞല്ലോ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയെന്ന്. അപ്പൊ എപ്പോ മുതലാണ് ഈ രാമൻ വെജിറ്റേറിയനും പച്ചക്കറി മാത്രം തിന്നുന്ന ആളുകൾക്കായി മാറിയത്? അത് എനിക്ക് കുറച്ചും കൂടി വളരെ വിശദമായിട്ട് സംസാരിക്കണം. എനിക്ക് തോന്നുന്നത് നമ്മുടെ 1 മണിക്കൂർ സമയം എടുത്ത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാണ്. അതിന്റെ 2 കാര്യങ്ങൾ നമ്മൾ കാണണം. ഇപ്പോ UP-യിൽ KFC സ്റ്റാളുകൾ പോയിട്ട് അടിച്ചു തകർത്തു. ഇന്നലെ സുനിത സൂചിപ്പിച്ചതുപോലെ KFC-ക്ക് എതിരെ വലിയ പ്രക്ഷോഭം ലോകത്തിന്റെ നാനാഭാഗത്തും നടക്കുന്നുണ്ട്. അത് ഇസ്രയേലുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ ഇസ്രയേൽ അനുകൂലികളായ ഇവര്
നമ്മുടെ നാട്ടിലെ നവഫാസിസ്റ്റുകള് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അറിയാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവര് അറിഞ്ഞിരുന്നെങ്കിൽ അവർ പോയിട്ട് തകർക്കില്ല. കാരണം ഇസ്രയേൽ അനുകൂലമായൊരു എന്താ പറയാ സ്ഥാപനം എന്ന നിലക്ക്. പക്ഷെ ഇത് കേവലം ഇപ്പൊ ഒരു പുതിയൊരു കാര്യമല്ല. എല്ലാ നമ്മുടെ ആഘോഷ ദിവസങ്ങളിലും ഇപ്പൊ മഹാനവമിക്ക് ഇതേപോലെ ഇറച്ചിയുടെ പേരിൽ തല്ലിക്കൊല്ലൽ മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പൊ അഹ്ലാക്ക് മുതൽ നിരവധി മനുഷ്യരെ നമ്മുടെ രാജ്യത്ത് തല്ലിക്കൊന്നത് ഈ ഇറച്ചിയുടെ പേരിലാണ്. അപ്പോ JNUവിലെ ക്യാൻറ്റീനിൽ ഇടക്ക് അവിടെ എല്ലാം കിട്ടുമായിരുന്നു. ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ട്. ക്യാൻറ്റീനിൽ വില കുറഞ്ഞ എന്താ പറയാ വളരെ പൈസ കുറഞ്ഞ് നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. ആ ക്യാൻറ്റീനിൽ ഇപ്പോ ഇറച്ചി ഇടക്കാലത്ത് അതിന് തടസ്സം വന്നു. ഇത് ഒരു 30% താല്പര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്ന ഒരു ചോദ്യമുണ്ട്, ബ്രാഹ്മിൻസ് നമ്മുടെ നാട്ടിൽ എപ്പോഴും ഇറച്ചി കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യമുണ്ട്. BC ആദ്യ നൂറ്റാണ്ടുകളിൽ പോലും ബ്രാഹ്മിൻസ് ഇറച്ചി കഴിച്ചിരുന്നു എന്ന് മാത്രമല്ല, നമുക്ക് ഇപ്പോഴും ഇതൊക്കെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോയാൽ ചിലപ്പോൾ പോയി കണ്ടെത്താൻ പറ്റില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ബംഗാളിൽ പോവുക, ബംഗാളി ബ്രാഹ്മിൻസ് മീൻ കഴിക്കുന്നവരാണ്. പക്ഷെ അവര് മീൻ എന്ന് പറയാറില്ല, അതിന് സമുദ്ര പുഷ്പം എന്നേ പറയൂ. അപ്പൊ പിന്നെ വലിയ പ്രശ്നമില്ല. ഇറച്ചി കഴിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോ ഈ വിഷയത്തിൽ ഗാന്ധിയുടെ സമീപനാണ് എനിക്ക് ഏറ്റവും പൊട്ടത്തരമായിട്ട് തോന്നിയത്. ആ വാക്കാ ഉപയോഗിക്കേണ്ടത്. കഴിക്കുന്നതിന്റെ ഒരാൾ എന്താണോ കഴിക്കുന്നത് അതിന്റെ സ്വഭാവം അയാൾ കാണിക്കും. ഗാന്ധി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അഹിംസയുടെ പ്രവാചകനായ ബുദ്ധൻ മാംസഭുക്കായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടത് ഇറച്ചിയിൽ എന്തോ വിഷംപുരന്റെ ഇറച്ചി കഴിച്ചിട്ടാണ്. അതില് ഇറച്ചി എന്തോ പഴകിയിരുന്നു, ഭിക്ഷയാഴ്ചയോ മറ്റോ കിട്ടിയതായിരിക്കാം. അങ്ങനെയുള്ള ഇറച്ചി കഴിച്ചിട്ടാണ് ബുദ്ധൻ മരിക്കുന്നത്. ഇനി ബുദ്ധനിലേക്കൊന്നും പോകണ്ട. നമ്മുടെ വയനാട്ടിൽ നിന്ന് തൊട്ടടുത്ത സ്ഥലമാണ് കുശാൽ നഗർ, കുടകില്. അവിടെ നമുക്കറിയാം, അവിടെ ബുദ്ധിസ്റ്റ് ഗ്രാമാണത്. അവിടെ പോയാൽ നിങ്ങൾക്ക് അവിടെ പന്നി ഇറച്ചി മുതൽ എല്ലാം അവര് കഴിക്കുന്നുണ്ട്. കാരണം തണുപ്പ് പ്രദേശങ്ങളിലൊക്കെ ഇറച്ചി കഴിക്കുന്നത്, ബുദ്ധിസ്റ്റുകൾ ഇറച്ചി കഴിക്കുന്നത് നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാം കുശാൽ നഗറിൽ പോയാൽ. ഇത് ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മുടെ നാട്ടില് ഒരു കാലത്തും ഇറച്ചിക്കെതിരെ അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. ഇനി ചരിത്രത്തിലേക്ക് പോയാലും ഹാരപ്പയിൽ നിന്ന്, ഹാരപ്പ എന്ന് പറയുന്നത് മൊഹൻജദാരോ, ഹാരപ്പ, ലോത്താൾ, ഇതൊക്കെ 2,000-3,000 വർഷം മുമ്പുള്ള നാഗരികതകളായിരുന്നു നമുക്കറിയാം. അവിടെ നിന്ന് കിട്ടിയ ഏകദേശം ഒരു അനേകം ഈ ബോൺസ് ഉണ്ടല്ലോ, കഴിച്ച ഇറച്ചിയുടെ ഫോസിലുകൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ചെറിയൊരു എണ്ണ അല്ല. ഞാനത് ഓർക്കുന്നത് ഒരുപാട് ബോൺസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ ബോൺസിലൊക്കെ നമ്മൾ കാണുന്ന അങ്ങനെ കഴിച്ച ഇറച്ചിയുടെ ഫോസിൽ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് തെളിയിക്കുന്നത് അവിടെ മാംസാഹാരം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, രാമായണത്തിൽ ഇറച്ചിയുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. അത് നീണ്ടൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് മുഴുവൻ പോവല്ല. അതിനുള്ളൊരു സന്ദർഭം എനിക്ക് തോന്നില്ല. നമ്മൾ പല വിഷയങ്ങളും പറയാനുള്ള ഒരു സമയമായിട്ട്. ഇറച്ചി വരുന്നത് എല്ലാ രാമായണത്തിലും ഉണ്ടോ, അതോ വെജിറ്റേറിയൻ രാമായണം ഉണ്ടോ? ഈ വെജിറ്റേറിയൻ രാമായണം എന്നൊരു രാമായണം ഞാൻ എവിടെയും കേട്ടിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. കാട്ടിൽ വസിക്കുന്ന ആളുകൾ എപ്പോഴും ഇറച്ചി കഴിക്കും, തീരദേശത്തുള്ളവർ മീൻ കഴിക്കും. നമ്മുടെ ഇന്നത്തെ കാഞ്ചീപുരം സാരി ഉടുത്ത ദേവീ ദേവന്മാരൊക്കെ വളരെ അടുത്ത കാലത്ത് വന്ന ഒരു നിർമ്മിതിയാണ്. നമ്മുടെ രൂപത്തിൽ പോലും ഈ കഥാപാത്രങ്ങളൊന്നും തന്നെ എക്കാലത്തും ഒരുപോലെയോ എല്ലാ പ്രദേശത്തും ഒരുപോലെയോ അല്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, കേരളത്തിലൊക്കെ കിട്ടുന്ന ദേവീ ദേവന്മാരുടെ രൂപമല്ല നിങ്ങൾ നോർത്ത് ഈസ്റ്റിൽ പോയാൽ. ഇത് വെറും നമ്മുടെ ഇത്തരത്തിലുള്ള ദേവീദേവന്മാരുടെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്. ബുദ്ധൻ പോലും 3 തരം ബുദ്ധനുണ്ട്. അത് അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധന്റെ രൂപമല്ല ജപ്പാനില്. ഇന്ത്യയിൽ വ്യത്യാസമാണ് അത്. കാരണം കുടുമയുള്ള, ഷർട്ട് ധരിച്ച, ഷർട്ട് ധരിക്കാത്ത, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒരു 2-3 സന്ദർഭങ്ങൾ സൂചിപ്പിക്കാം രാമായണത്തിലെ. ഒന്ന്, രാമനും രാമനും സീതയും ഒക്കെ രാമനും ലക്ഷ്മണനും സീതാദേവിയും വനവാസത്തിന് പോകുന്നു. വനവാസത്തിന് പോകുമ്പോൾ അവര് ഭരദ്വാജ മഹർഷിയുടെ വീട്ടിലേക്ക് ആദ്യം പോകുന്നുണ്ട്, ആശ്രമത്തിലേക്ക്. അവിടെ അവരെ സ്വീകരിക്കുമ്പോൾ അവർക്ക് കൊടുത്ത ഭക്ഷ്യ വിഭവങ്ങളിൽ നമുക്ക് ഇറച്ചി കാണാൻ പറ്റുന്നുണ്ട്. ഒരു തരം ഇറച്ചി പോലും അല്ല, പലതരം ഇറച്ചികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാമായണം ലീലാവതി ടീച്ചറുടെ
രാമായണ പരിഭാഷയാണ്. ലീലാവതിയുടെ. അതില് അയോധ്യാകാന്ഡത്തില് അതിന്റെ 96-ാം സർഗത്തിൽ 1ഉം 2ഉം ശ്ലോകത്തില് സീതക്ക് രാമൻ വേവിച്ച ഇറച്ചി കൊടുത്തതിനെ കുറിച്ച് ലീലാവതി ടീച്ചർ ചെയ്ത പരിഭാഷയിൽ പറയുന്നുണ്ട്. അപ്പോ അവിടെ ആ ഇറച്ചിയും നോക്കണം. ഇറച്ചിയിൽ മസാല ഒന്നും ചേർക്കാതെ തീയിന്റെ മുകളിൽ വെച്ച് വേവിച്ചു കൊടുക്കുന്നു. സീത പറയുന്നുണ്ട് നല്ല രുചികരമായ ഭക്ഷണം എന്ന് പറയുന്നുണ്ട്, ഇറച്ചി എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് പറയുന്ന ഒരു തരം മീറ്റ് കബാബ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഭക്ഷ്യവസ്തുവാണ് രാമൻ കൊടുക്കുന്നത്. ഞാനിത് പറയുന്നത് നമുക്ക് ഏറ്റവും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന രാമായണ വ്യാഖ്യാതാവ് എന്ന നിലക്ക് ലീലാവതി ടീച്ചറോട് തന്നെ അതിനെ കുറിച്ച് കൂടുതൽ ചോദിക്കാവുന്നതാണ്. ഇതൊരു സന്ദർഭം. മറ്റൊന്ന്, ദശരഥ മഹാരാജാവ് മരണപ്പെടുന്നു. ആ മരണ വൃത്താന്തം പോയി രാമനെയൊക്കെ അറിയിക്കുന്നു, ചടങ്ങുകൾ നടക്കുന്നു. ഈ ചടങ്ങിലും ഇറച്ചി കഴിക്കുക മാത്രമല്ല, ദാനം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ആർക്കാണ് ദാനം ചെയ്യാൻ ചെയ്യുന്ന പോലെ? അതെ, അല്ല, അത് തീർച്ചയായിട്ടും ഈ ദാനം ചെയ്യാന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കൊടുക്കുന്ന പരിപാടിയില്ല. നമുക്കൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. രാമായണങ്ങളിൽ നമുക്ക് രാമായണത്തിലോ മഹാഭാരതത്തിലോ മറ്റേതെങ്കിലും കൃതിയിൽ അക്കാലത്തെ ഒരു ദളിതന് അല്ലെങ്കിൽ അന്നത്തെ ചണ്ടാലജാതിയിൽപ്പെട്ടവർക്ക്, ശൂദ്രന്, ഇങ്ങനെയൊക്കെയുള്ള പേരാണല്ലോ ഉപയോഗിക്കുന്നത്. ഇവർക്ക് ദാനം കൊടുത്തതിനെ കുറിച്ച് എവിടെയും ഒന്നും കാണാൻ പറ്റില്ല. ദാനം എപ്പോഴും കൊടുക്കുന്ന ബ്രാഹ്മണനാണ്. ഇത് നമുക്ക് എപ്പോഴും വരുന്നൊരു തെറ്റിദ്ധാരണയാണ്. അതിഥി ദേവോ ഭവ. ആരാണ് അതിഥി എന്നുള്ള ചോദ്യമുണ്ട്. അതിഥി ബ്രാഹ്മണനാണ് അതിഥി, അല്ലാതെ എല്ലാവരെയും അതിഥിയാക്കാനൊന്നും പറ്റില്ല. കുചേലനാണ് വരുന്നത്. അതിന് കുചേലനല്ലാതെ രാമന്റെ ശ്രീകൃഷ്ണന്റെ കൂടെ ഒരു ദളിതൻ ആശ്രമത്തിൽ പഠിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു വിഷയമുണ്ട്. എഴുത്തും വായനയൊക്കെ വിലക്കപ്പെട്ടവരാണല്ലോ നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പോലെ രീതിയിലായിരിക്കും അവര് കൈകാര്യം ചെയ്തിരുന്ന കാലത്ത്. ഇപ്പോ ഈ ഒരു വിരൽ മുറിക്കുന്ന പോലത്തെ കാര്യങ്ങളായിരിക്കും ആ കാലത്ത്. അതും ഒളിഞ്ഞു നിന്നാണ് അസ്ത്രവിദ്യ പഠിക്കുന്നത്. അപ്പോ ഇതില് എപ്പോഴും നമുക്ക് വരുന്ന ഒരു ചില വാദഗതികളുണ്ട്. ഒന്ന്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകത്തില് ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാവട്ടെ, നല്ല പ്രാർത്ഥനയാണ്, തീർച്ചയായിട്ടും നല്ലൊരു പ്രയോഗമാണ്. അത് മാത്രം എടുക്കുമ്പോൾ പക്ഷെ ആ ശ്ലോകം മുഴുവൻ എന്താണ്? സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീ മഹീഷ ഗോബ്രാഹ്മണേഭ്യാം ശുഭവസ്തു നിത്യം സമസ്ത ലോക സുഖിനോ ഭവന്തു. അങ്ങനെയാണ്. ഇതിന്റെ തൊട്ട് മുകളിൽ പറയുന്നത് പശുവിനും ബ്രാഹ്മണനും നിത്യസുഖം ഉണ്ടാവട്ടെ. അതിന്റെ മുകളിൽ പറയുന്നത് അതിന്റെ തുടക്കത്തിൽ പറയുന്നത് സ്വസ്തി എന്ന് പറഞ്ഞാൽ പൂജാതി കർമ്മങ്ങളെയൊക്കെ ചെയ്യുമ്പോൾ ഒരു മംഗളം എന്ന അർത്ഥത്തിൽ പറയുന്ന ഒരു വാചകമാണ്. അതിനുശേഷം പറയുന്നത് രാജാവ് ന്യായമായ മാർഗങ്ങളിലൂടെ രാജ്യം ഭരിക്കട്ടെ. അതെന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്നും രാജാവ് രാവിലെ എഴുന്നേറ്റ് ബ്രാഹ്മണരുടെ അടുത്ത് പോയി അവര് പറയുന്നത് പോലെ രാജ്യം ഭരിക്കലാണ് ന്യായമായ മാർഗം. അതിനുശേഷം പറയുന്ന സമസ്ത ലോക സുഖിൻ ഗോബ്രാഹ്മണേഭ്യം ശുഭവസ്തു നിത്യം. ബ്രാഹ്മണനും പശുവിനും നിത്യസുഖം ഉണ്ടാവട്ടെ. അങ്ങനെ ആകുമ്പോഴാണ് സമസ്ത ലോകത്തിനും സുഖം ഉണ്ടായിത്തീരുന്നത്. ലോകം അതാണ്. അതില്ലാതെ നിൽക്കാൻ പറ്റില്ല. ഇത് ഈ അതിഥിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇതേ പ്രശ്നമുണ്ട്. അവിടെ അതിഥി ആരാണെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണ അതിഥിയാണ്. അപ്പൊ ഗുരുവിനെ ദൈവമായിട്ട് കാണണം എന്ന് പറയുന്നത്. ആരാണ് ഗുരു? കണ്ടവരെയൊക്കെ ഗുരുവാക്കാൻ പറ്റില്ല. അവിടെയും ഗുരു എന്ന് പറയുന്നത് ബ്രാഹ്മണ ഗുരുവാണ് ദൈവമായിട്ട് കാണേണ്ടത്. ഇങ്ങനെ ഓരോന്നും ഈ അതിഥികളാക്കാൻ പറ്റുന്നവരുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. ഇപ്പൊ കള്ളന്മാർ, ഈ നീചന്മാർ എന്നൊക്കെ പറയുന്നതിന്റെ ഇടയിൽ ബുദ്ധിസ്റ്റുകളെയും ബൗദ്ധരെയും പറയുന്നുണ്ട്. ഈ ബുദ്ധമതത്തോട് രാമൻ എന്ത് സമീപനം സ്വീകരിച്ചു എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇപ്പൊ രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ തന്നെ ബൗദ്ധ സ്വാധീനം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ മാ നിഷാദ എന്ന് തുടങ്ങുന്ന ആ വാചകം, അരുത് കാട്ടാള, അല്ലെങ്കിൽ ഒരു പക്ഷിയെ അമ്പെയ്യുമ്പോൾ അതിനെ തടയുന്നത്, അതൊരു അഹിംസ എന്നത് ഒരു ബ്രാഹ്മണിക്കലല്ല, ആ ആശയം ബൗദ്ധാണ്. ഇത് മാത്രമല്ല, രാമായണത്തിൽ നേരിട്ട് തന്നെ ബുദ്ധനെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. അത് പൊതുവെ നമുക്കറിയാം. രാമായണം 3 തരം വാൽമീകി രാമായണത്തിന്റെ ടെക്സ്റ്റുകൾ ഇന്ത്യയിൽ ലഭ്യമാണ്. ഒന്ന് ഗൗഡീയം, ഉത്തരീയം, പശ്ചിമോത്തരീയം എന്നിങ്ങനെ 3 തരം ടെക്സ്റ്റുകളുണ്ട്. ഇത് നമുക്ക് പ്രിന്റിംഗ് വരുന്നതിന് മുമ്പ് ഓരോ ഏരിയയിൽ എഴുതപ്പെട്ടതായിരിക്കും ഞാൻ കരുതുന്നത്. പോപ്പുലർ ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഏതാ?
അല്ല അല്ല അത് അതിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഇതില് ഗൗഡീയ പാഠത്തിൽ, ഗൗഡി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ബംഗാൾ ഏരിയയിലൊക്കെ പ്രചരിച്ച ടെക്സ്റ്റ് ആയിരിക്കണം. ആ ടെക്സ്റ്റിൽ ജബാലി വൃത്താന്തം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് രാമായണത്തിൽ. അത് സംഭവം ജബാലി ബൗദ്ധാശയങ്ങളിൽ വിശ്വസിച്ചായിരുന്ന ആളായിരുന്നു എന്ന് ഹീലിനെ പോലുള്ള വെസ്റ്റേൺ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ദശരഥ മഹാരാജാവ് മരണപ്പെട്ടപ്പോ ഈ വിവരം രാമനെയും സംഘത്തെ അറിയിക്കാൻ വേണ്ടി കാട്ടിലേക്ക് ഭരതനും സംഘവും പോവാണ്. അപ്പോ പോകുമ്പോ അതിന്റെ കഥാസന്ദർഭം നീണ്ട വിഷയമാണ്, ഞാൻ അതിലേക്കല്ല പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോ അവിടെ എത്തി രാമനും ഈ സംഘത്തിലുള്ള ജബാലിയും തമ്മിൽ സംഭാഷണം നടക്കുന്നുണ്ട്. അപ്പോൾ രാമനോട് ജബാലി ബൗദ്ധ ആശയങ്ങൾ പറയാണ്. ബൗദ്ധം എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ തന്നെ വേറെയും ആശയങ്ങളുണ്ട്. സാങ്ക്യം, വൈശേഷികം തുടങ്ങി അനേകം ഇപ്പോ പിന്നെ യുക്തിവാദ ദർശനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മഹർഷി തന്നെ ഉണ്ടല്ലോ, ഒരു യുക്തിവാദിയായ മഹർഷി തന്നെ, ചാർവാകൻ എന്നൊരു മഹർഷി തന്നെ നമുക്കുണ്ടല്ലോ. അപ്പോ ഇത് സംസാരിക്കുമ്പോൾ രാമൻ ക്ഷുഭിതനായിട്ട് പറയുന്നുണ്ട്, ബുദ്ധനുമായിട്ട് അടുക്കരുത്, അയാൾ യുക്തിവാദിയും ചോരനുമാണ്, കള്ളനും യുക്തിവാദിയാണെന്ന് രാമൻ പറയുന്നുണ്ട്. യഥാഹി ചോര സതദാഹി ബുദ്ധ സദാഗതം നാസ്തിക മാത്ര വിദ്ധി എന്ന് രാമൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധന്റെ അടുത്തേക്ക് പോകരുത്, ബുദ്ധൻ ശരിയല്ല എന്ന് പറയുന്നുണ്ട് ജപാലി വൃത്താന്തത്തില്. ഇതിനെ വിശകലനം ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ വലിയ പഠനം നടത്തിയിട്ടുള്ള ഹീൽ എന്ന വെസ്റ്റേൺ പണ്ഡിതൻ പറയുന്നത് രാമായണം എഴുതുന്ന കാലത്ത് കോസലം പ്രദേശത്ത് ബുദ്ധമതം പ്രചരിച്ചിരുന്നു എന്നാണ്, ബുദ്ധമത ആശയങ്ങൾ പ്രചരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ബുദ്ധൻ ഏറ്റവും നേരിട്ടത് ബ്രാഹ്മണാധിപത്യത്തെയാണ്, ബ്രാഹ്മണ പൗരോഹിത്യത്തെയാണ് ബുദ്ധൻ ഏറ്റവും ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോ ഞാൻ നേരത്തെ വാൽമീകി രാമായണത്തിന്റെ ഒരു കാലത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇത് പറയുമ്പോൾ ഒക്കെ ആളുകൾ വേഗം മന്വന്തരങ്ങൾ, യുഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു പോകും. ത്രേതായുഗം അത് ലക്ഷക്കണക്കിന് വർഷം മുമ്പല്ലേ? ശരിയാണ്. അത് വിശ്വാസിയുടെ കാലഗണന അനുസരിച്ച് 1,81,40,915 അല്ലെങ്കിൽ 30 വർഷമായി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. അത് വിശ്വാസിയുടെ കാലഗണന. ചരിത്രപരമായി BC 3-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് അതിന്റെ ഇടയ്ക്കുള്ള ഒരു കാലത്താണ് ഈ കൃതി എഴുതപ്പെടുന്നത്. അപ്പം മഹാഭാരതം എഴുതപ്പെടുന്നു എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും വരാം. അത് അതിനുശേഷമാണ്, BC-യുടെ ഒരു AD-യുടെ ഒരു തുടക്കത്തിലാണ് പിന്നെ തീർച്ചയായിട്ടും മഹാഭാരതം എഴുതപ്പെടുന്നത്. അതിൽ തന്നെ ഭഗവത്ഗീത പിന്നീടാണ് എഴുതി ചേർക്കുന്നത്. ആദ്യം ഭഗവത്ഗീത ഇല്ല, അത് പിന്നീട് അതിലേക്ക് തുന്നിച്ചേർത്തതാണ് എന്ന് ഇരാവതി കാർവേ മുതലുള്ള നിരവധി മഹാഭാരത പണ്ഡിതന്മാര് സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠന ഭാഗമായിട്ട് എപ്പോഴെങ്കിലും ഇപ്പോഴത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയ ജയ് ശ്രീറാം വിളിയെ കുറിച്ച് എന്തെങ്കിലും പഠനങ്ങൾ, എപ്പോഴാണ് ഈ ജയ് ശ്രീറാം വിളി ഉണ്ടായത്? രാമായണത്തിൽ ഇതുണ്ടോ അതോ പിന്നീട് ഉണ്ടായതാണോ? രാമായണോ രാമനും എന്തെങ്കിലും ബന്ധമുണ്ടോ അതിന്? ഇല്ല, ആരും രാമനെ മുദ്രാവാക്യം വിളിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, കേരളീയ നവോത്ഥാനം ആ മുദ്രാവാക്യം തിരസ്കരിച്ചത് കൂടിയാണ്. കേരളത്തില് ഗാന്ധി വന്നപ്പോ പുരാണത്തിൽ എവിടെയില്ല, ഒരിക്കലും അങ്ങനെയുള്ളൊരു മുദ്രാവാക്യമൊക്കെ വളരെ വർത്തമാന കാലത്ത് വന്നതുമാണ്. പിന്നെ അതിലേറ്റവും കേരളത്തിൽ വന്ന് ഗാന്ധി ഞാൻ നിങ്ങൾക്കൊരു പുതിയ ദൈവത്തെ പരിചയപ്പെടുത്തി തരാം എന്ന് പുലയ സമുദായത്തിന്റെ ഒരു പരിപാടിയിൽ പറയുമ്പോ രാമന് ജയ് വിളിക്കാൻ പറയുമ്പോ അവിടെ രാവണന് ജയ് വിളിച്ചിട്ടുണ്ട് കേരളത്തിലെ. അതും നമ്മുടെ വളരെ പ്രസിദ്ധരായ ആളുകളാണ് ആ സദസ്സിൽ ഉണ്ടായിരുന്നത്. സഹോദരൻ അയ്യപ്പനെ പോലുള്ളവര് അതിനെ നിരാകരിക്കുക ചെയ്തത്. അത് രാമൻ അല്ലെങ്കിൽ രാമായണം എന്നത് ഓരോ കാലത്തും ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് കൂടിയാണ്. ഞാൻ നേരത്തെ ഭക്തിക്ക് വേണ്ടി ഉപയോഗിച്ച പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണ്, ഒരു പൂച്ച വരുന്നു എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ. OV വിജയൻ സംസാരിക്കുമ്പോഴൊക്കെ അടുത്തൊരു പൂച്ചയുണ്ടാവും. വിജയനെ കുറിച്ച് പറയുന്ന ഒരു തമാശകളിലൊന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയപ്പോ പൂച്ചയോടാണ് പറയുന്നത്, ഇത് വന്നിരിക്കുന്ന ഇന്ന ആളാണ്, പിന്നെ എന്റെ സുഹൃത്താണ് എന്നൊക്കെ വിജയൻ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നീമോയും ഇവിടുത്തെ ഒരു മനുഷ്യനാണ്. എങ്ങനെ? ഇത് നീമോ എന്നാ പേര്, പൂച്ചയുടെ പേര് നീമോ. അപ്പൊ ഞാനിത് വീഡിയോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നീമോ ഉറങ്ങായിരുന്നു. അപ്പൊ ഞാൻ വാതിലടച്ചിരുന്നു. നീമോ സ്വന്തമായിട്ട് അതൊക്കെ തള്ളി തുറന്ന് വന്നിട്ട് എന്താണ് ചോദിക്കുക, അതിന് മനസ്സിലാവാത്ത എന്തോ ഒരു കാര്യം ചെയ്യാണല്ലോ. അപ്പൊ എന്തോ പറയുന്നു, അതിനോടാണോ? അപ്പൊ ഇവിടെ വന്ന് കരഞ്ഞു നോക്കി എന്താ ഈ സംഭവം, അതാണ് ചോദിച്ചത്.
ഇത് നമ്മൾ പറഞ്ഞു വന്നത് ഓരോ കാലത്തും രാമനെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കാലത്ത് ഉപയോഗിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ രാമനെയാണ് നമ്മളിപ്പോ കാണുന്നത്. ഉം. ബാബറി മസ്ജിദിന്റെ തകർച്ച, അതിലേക്ക് വന്ന ഒരു സിറ്റുവേഷന് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. രാമായണ സീരിയലുകൾ വരുന്നു. ഉം. നമുക്ക് ഓർമ്മയുണ്ട്, ദൂരദർശനിൽ രാമായണ പരമ്പര വരുന്നു. അത് ഇന്ത്യയിൽ എങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടത്? നമ്മുടെ സ്വീകരണ ഞാൻ ചോദിക്കുന്നത്, മുറികളിലേക്ക് രാമായണത്തിന്റെ ഒറ്റ വേർഷനിലും ഇത് പൊളിറ്റിസൈസ് ചെയ്തിട്ടില്ല. പിന്നീട് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട്. അല്ല, പൊളിറ്റിസൈസ് ചെയ്യാന്നുള്ളത് ഒരു പുതിയ കാലത്തെ ഒരു പ്രവണതയാണ്. എങ്ങനെ ഉം. ഭരണത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കുന്നു. അല്ലാതെ ഈ എഴുതപ്പെട്ട പുസ്തകങ്ങളിലും അധികാരത്തിലേക്കുള്ള കഥകളിലും ഒന്നും അങ്ങനെ ആ മാറ്റം വന്നിട്ടുണ്ടായിരുന്നില്ല രാമായണത്തിന്. അല്ല, രാമായണത്തിന് തന്നെ ഒരു പൊളിറ്റിക്സ് ആണല്ലോ. കാരണം അത് ഭരണവും മറ്റുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ്. അതില് യുദ്ധമുണ്ട്, മറ്റൊരു രാജാവുമായിട്ടുള്ള ഫൈറ്റിംഗ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പിന്നെ പൊളിറ്റിക്കൽ കൃതിയാണ്. ആ രീതിയിൽ പൊളിറ്റിക്കൽ വായന സാധ്യമാണ്. കാരണം രാമൻ ഒരു രാജാവാണ്, രാവണൻ മറ്റൊരു രാജാവാണ്, അനേകം രാജാക്കന്മാരുടെ കഥ ഇതിലുണ്ട്. അതില് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാനര രാജാക്കന്മാരുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ കൃതി കൂടിയാണ്, സംശയമില്ല. പക്ഷേ പുതിയ കാലത്ത് ഒരു കഴിഞ്ഞ ഒരു ഏതാനും എന്താ പറയുക ഒരു 100 വർഷത്തിന്റെ ഇടയിൽ രാമായണത്തെ ഏറ്റവും ഉപയോഗിച്ചിട്ടുള്ളത് പൊളിറ്റിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നിരുന്നത് ബാബറി മസ്ജിദിന്റെ തകർച്ചയിലേക്ക് എത്തിയ ഘടകങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ റൊമിള താപ്പറിനെ പോലുള്ളവർ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രാമായണം എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒന്ന്, നമുക്കറിയാം രാമായണ സീരിയൽ വരുന്നു. ഈ സീരിയലിനെ എങ്ങനെയാണ് ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ഇതിന്റെ വിശ്വാസി സമൂഹം സ്വീകരിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ സ്വീകരണ മുറികളിൽ, പൂജാമുറികളിൽ ടെലിവിഷൻ മാല ചാർത്തി തൊഴുകൈയോടെ ഇരുന്നിട്ടാണ് അമ്മൂമ്മമാര് ഈ സീരിയൽ കണ്ടത്. കാരണം നമ്മുടെ വീട്ടിലേക്ക് നേരെ ദേവീദേവന്മാര് ഇറങ്ങി വരികയാണ്, തൊഴുകൈയോടെ ഇരിക്കുന്നു. ആ ദിവസങ്ങളിൽ കോടതികൾ പോലും അടക്കപ്പെടുന്നു. ജഡ്ജിമാരൊക്കെ ഇതിന്റെ അഡിക്റ്റ് ആണ്. അതൊക്കെ അതും വളരെ പ്രധാനമാണ് ഞാൻ കാണുന്നത്. പിന്നീട് ജഡ്ജിമാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. പ്രധാനമന്ത്രിയെ വീട്ടിൽ വിളിച്ച് പൂജ നടത്തുന്ന സുപ്രീം കോടതി ജഡ്ജിമാര് നമ്മുടെ നാട്ടിലുണ്ടാവുന്നു. ഇങ്ങനെയൊക്കെ മതേതരത്വത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ വേറെ വിഷയമുണ്ട്. എന്നിട്ട് പിന്നീട് സംഭവിച്ചത്, ഈ കഥാപാത്രങ്ങൾ അധികവും ഈ സീരിയലിൽ അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ പിന്നീട് BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് ജയിച്ചു പോകുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഇതേ വേഷം കെട്ടിയിട്ട് അവര് പ്രകടനം നടത്തുന്നുണ്ട്. തെരുവിൽ വെച്ച് ആളുകൾ ഈ കഥാപാത്രങ്ങളെ കാണുമ്പോൾ അവർ കാല് തൊട്ട് വന്ദിക്കുകയായിരുന്നു. അത് നമ്മൾ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളൊരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന നിരക്ഷര സമൂഹത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റി തീർച്ചയായിട്ടും വാട്സപ്പ് തന്നെയാണ്. അതിന് ഏറ്റവും ഗംഭീരമായിട്ട് ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കുന്നത് സംഘപരിവാറാണ് ഇന്ത്യയിൽ. അവരനെ ലക്ഷക്കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇത്തരം വീഡിയോസ് വിടുന്നു. ഈ വീഡിയോസിനെ നമ്മുടെ ഈ നിരക്ഷര സമൂഹം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അത് യാഥാർത്ഥ്യമായിട്ടാണ്. അപ്പോൾ ഈ സീരിയലിനെ, കഥാപാത്രങ്ങളെ അവർ കണ്ടത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനുശേഷം ഇത് കേവലം നമ്മൾ കാണുന്ന ദൂരദർശനിലെ ഒരു സീരിയൽ മാത്രമല്ല, ഹിന്ദി ടെലിവിഷൻ ചാനലുകളിൽ നിരവധി ഇത്തരം ഡോക്യുമെന്ററി എന്താ പറയുക സീരിയലുകൾ ഉണ്ടായിട്ടുണ്ട്. രാമായണ ബേസ്ഡ്, മഹാഭാരത ബേസ്ഡ് ആയിട്ടുള്ള. ഏറ്റവും ഒടുവിൽ കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ, എല്ലാവർക്കും കാണാൻ നമുക്ക് പഴയ സീരിയൽ ഒന്നും കൂടി സംപ്രേഷണം ചെയ്യാമെന്നാണ് അന്നൊരു മന്ത്രി പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതായിരിക്കണം പിന്നീട് ഇന്ത്യയിലുണ്ടായ പല ഇൻസിഡൻസിന്റെയും ഒരു തുടക്കം എന്നാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും നല്ല പഠനം നടത്തിയത് റൊമിള താപ്പറാണ്. അവരുടെ രാമായണ സിൻഡ്രം എന്നൊരു ലേഖനം തന്നെയുണ്ട്. ഇതില് അനേകം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ ഓരോന്നിനും രാമനെ കൃത്യമായിട്ട് പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഇലക്ഷനുകളിലൊക്കെ ഇത് മാത്രമല്ല, ഇതിന്റെ ഇമേജറികൾ. ഇപ്പോ കഴിഞ്ഞൊരു ഇലക്ഷൻ കഴിഞ്ഞ് നമ്മുടെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം മോഡി ചെയ്തത് നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്. ഒരു ഗുഹയിൽ പോയിരിക്കുകയായിരുന്നു അദ്ദേഹം, ഒരു സന്യാസി വേഷത്തിൽ. അതിന്റെ ഉള്ളിൽ AC ഉണ്ട്, മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ വിഷയം. ആ ഒരു ഇമേജ്, ആ ഒരു ഗുഹയിൽ ഇരിക്കുന്ന സന്യാസി വര്യന്റെ ഒരു ഇമേജ്, അദ്ദേഹം അതിനു മുമ്പ് 3 മാസം നടത്തിയ പ്രചരണത്തെക്കാൾ ആ ഒരൊറ്റ ഇമേജ് ഒരുപക്ഷെ ഇലക്ഷനിൽ വിജയിക്കാൻ കാരണമായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ അബോധത്തിലേക്ക് കൊണ്ടുവരുന്ന ഇമേജുകളുടെ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മളെ സാഹിത്യത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ രീതിയാണ് ക്രിറ്റിസിസത്തിന്റെ. അപ്പം
ഈ ഒരു ആർക്കിടൈപ്പ് എങ്ങനെയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ സ്വീകരിക്കപ്പെട്ടെന്നുള്ള ചോദ്യമുണ്ട്. അത് ഇലക്ഷനിൽ പിന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഇതേപോലെ ഓരോ കാലത്തും ഇപ്പോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ പിന്നെ KFC-യുടെ സ്റ്റാളുകൾ അടിച്ച് തകർത്തതിന്റെ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. സമീപകാലത്തായിട്ട് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട എല്ലാ ആഘോഷ ദിവസങ്ങളിലും കലാപങ്ങൾ നടക്കുന്നുണ്ട്. മഹാനവമിക്ക് മാത്രമല്ല, അത് കേരളത്തിൽ എന്തോ ഭാഗ്യത്തിന് എത്തിയിട്ടില്ല. അതിനൊന്നും വലിയ കാലമൊന്നുമില്ല, നമ്മുടെ നാട്ടിലും വരും. എല്ലാം ഇന്ത്യയുടെ വേറിട്ടൊരു ദ്വീപൊന്നും അല്ല കേരളം. കേരളത്തിലേക്ക് വരും. കേരളത്തിൽ അതിന്റെ എല്ലാ അലയൊലികളും വരുന്നുണ്ട്. ഇപ്പൊ രാമായണ മാസാചരണം എന്ന വിഷയം എപ്പൊ തുടങ്ങി എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. രാമായണം മുമ്പേ വായിക്കപ്പെടുന്നുണ്ട് ഹൈന്ദവ ഗ്രഹങ്ങളിൽ. പക്ഷെ അതിനെ സംഘടിതമായി അതിനൊരു ഇനി നിങ്ങൾ വായിക്കണം എന്ന രീതിയിൽ പ്രചരണം വരുന്നത് 1982 നടന്ന എറണാകുളത്ത് നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൽ വെച്ചാണ് ആ ഒരു തീരുമാനം എടുക്കുന്നത്. നിങ്ങൾ ഇത് ഹൈന്ദവ ഇതിലേക്ക് പോകണം, എല്ലാവരും വായിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് ഞാൻ പറയുന്ന O രാജഗോപാലിന്റെ ആത്മകഥയിൽ ഇതേക്കുറിച്ച് സവിസ്തരം പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? അതിൽ പറയുന്നത് ഈ ഒരു വിശാല ഹിന്ദു സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, എല്ലാ വീടുകളിലും ഇത് പാരായണം ചെയ്യാൻ പ്രേരിപ്പിക്കണം എന്ന് പറയുന്നത്. കേസരി എഴുതിയ ഒരു പിന്നെ എന്താ പറയാ, ഒരു എഡിറ്റോറിയൽ തന്നെയുണ്ട്. ഇത് മാസാചരണം ആചരിക്കേണ്ടതിനെ കുറിച്ച് 82 ഈ സമ്മേളനത്തെ തുടർന്ന് എടുത്ത ഈ തീരുമാനത്തെ കുറിച്ച് പറയുന്ന ഒരു പിന്നെന്താ പറയുക, എഡിറ്റോറിയൽ. സംഖ്യകള് വായിക്കാൻ വേണ്ടി തീരുമാനം എടുത്ത് തുടങ്ങിയതായിരിക്കും. വിശ്വാസികളും ഹിന്ദുക്കളും അല്ലാതെ തന്നെ ഓൾറെഡി അതൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സംഘടിതമായി വായിച്ച് അത് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അവർ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്ത ഡേറ്റ് ആയിരിക്കും അത്. അല്ല, അത് ശരിയാണ്. കാരണം ഇതിൽ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ, എഴുത്തച്ഛൻ എഴുതിയ കാലം മുതലേ എല്ലാവരും വായിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. കാരണം 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ ഒരു ടെക്സ്റ്റാണ് എഴുതുക, ഒരു കോപ്പിയാണ് എഴുതുക. കാരണം ഇത് ഓലയിലാണ് എഴുതുന്നത്. അത് അടുത്ത ഒരാൾ വന്ന് പകർത്തുന്നു. പ്രഭുമന്ദിരങ്ങളിലോ രാജകുടുംബങ്ങളിൽ ഈ രാജകൊട്ടാരങ്ങളിൽ നിന്നോ വന്ന് ഒരാൾ അത് പകർത്തി പോകുന്നു. അത് അടുത്തയാൾ പകർത്തുന്നു. ഇത് പകർത്തി തീരാൻ ഒരു 100 കോപ്പി ആവാൻ ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾ പിടിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ പോലെ എല്ലാവരും പാരായണം എല്ലാവരും എന്നുള്ള ഒക്കെ ഇൻവെർട്ടഡ് കോമയിലാണ്. കാരണം എല്ലാവരും എന്ന് പറയുന്ന ഒരു പരികല്പന മുമ്പില്ല. എല്ലാവർക്കും വായിക്കാൻ പറ്റില്ല. സംസ്കൃതം വായിച്ചാൽ കേട്ടാൽ അതിനെന്ത് ശിക്ഷ കൊടുക്കണം എന്നൊക്കെ നമ്മുടെ മനുസ്മൃതിയിലും മറ്റും പറയുന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് ജയന്ത് പാർമർ എന്ന ഗുജറാത്തി കവി അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നുണ്ട്, മനുസ്മൃതിയിലെ മനുവിനെ മുറ്റത്തെ ആര്യവേപ്പിൽ തല കീഴായി കെട്ടിത്തൂക്കി ഞാൻ അയാളുടെ രക്തധമനികൾ കൊത്തിക്കീറി നോക്കും, എന്റെ പൂർവീകരുടെ എത്ര രക്തം അയാൾ കുടിച്ചിട്ടുണ്ട് എന്നറിയാൻ എന്ന് ജയന്ത് പാർമർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ന പരികല്പനയിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ദളിതർ അതിൽ വരുന്നില്ല. ദളിതർ വായിച്ചിട്ടില്ല. കാരണം അവർക്ക് വായനാ സ്വാതന്ത്ര്യവും ഇല്ല, സംസ്കൃതം പഠിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു 1000 കോപ്പിയൊക്കെ വരുന്നത് നമുക്ക് അച്ചടി വരുന്നതോടുകൂടിയാണ് പെട്ടെന്ന് കോപ്പികൾ വർദ്ധിക്കുന്നത്. അതിനു മുമ്പ് ഈ ടെക്സ്റ്റുകൾ എല്ലാവരുടെയും കയ്യിലില്ല, ഉണ്ടാവുക സാധ്യമല്ല. സാധാരണക്കാരന്റെ ഒരു വീട്ടിൽ ഈ ഓലയിൽ പോയി നിങ്ങൾ പകർത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോ ഇത് ആരുടെ കയ്യിലാണ് ഉള്ളത്? ഇവിടുത്തെ ഒരു അപ്പർ കാസ്റ്റിന്റെ വളരെ സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്നവരുടെ കയ്യിൽ, അവരുടെ കയ്യിലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും വായിച്ചു എന്ന് പറയുന്ന ഒരു വാദം ശരിയല്ല. പിന്നീട് ഒരു 20-ാം നൂറ്റാണ്ടൊക്കെ ആവുമ്പോഴേക്കാണ് ഇതിന്റെ കോപ്പി വളരെ വ്യാപകമായിട്ട് വരുന്നത്. ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണാലയം കർക്കിടക മാസത്തിൽ മാത്രം 35,000 കോപ്പിയിലധികം കഴിഞ്ഞൊരു വർഷത്തെ ഒരു കണക്കാണ് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം വിൽക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ ഒരു നൂറ്റാണ്ടിന്റെ ഇടയിൽ പോലും അത്ര കോപ്പി ആദ്യ നൂറ്റാണ്ടുകളിൽ വിറ്റിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കോപ്പികൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത്രയധികം കോപ്പികൾ എഴുത്തച്ഛന്റെ 1-2 നൂറ്റാണ്ട് എടുത്താൽ അത്രയൊന്നും കോപ്പി പോയിട്ടുണ്ടാവില്ല ഒരുപക്ഷെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തിനേയും ചരിത്രവൽക്കരിച്ചുകൊണ്ട് വായിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കർക്കിടക മാസത്തിലാണല്ലോ അപ്പൊ എല്ലാരും ഇങ്ങനെ രാമായണമൊക്കെ കുറെ പേര് വായിക്കുന്നു, കുറെ പേര് സ്വന്തമായിട്ട് ഇതാക്കുന്നു, കഥകളും ഇതൊക്കെ സംസാരിക്കുന്നു. അപ്പൊ എന്ത്
ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഞാൻ വീണ്ടും ചോദിക്കാം ആ ചോദ്യം. അതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് രാമായണത്തിന്റെ പ്രസക്തി ഈ കാലത്ത്? അല്ലെങ്കിൽ ഇപ്പോഴും ഇത്രയേറെ പഠനങ്ങൾ നടക്കുന്നു, ഗവേഷണങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ പല പല വേരിയേഷനുകളിൽ, പല പല ഭാഷകളിൽ, പലതരത്തിൽ ഈ പുസ്തകം ഇറങ്ങുന്നു. അപ്പം അങ്ങൊക്കെ ഇപ്പൊ ഇത്രയും സമയം ഇതിൽ ചെലവഴിച്ച് വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ് ബൈബിളിനേക്കാൾ, ഖുറാനേക്കാൾ എന്താണ് രാമായണത്തിന്റെ പ്രസക്തി? അല്ലെങ്കിൽ എന്താണ് പ്രത്യേകത ആളുകളെ ആകർഷിക്കുന്നത്? രാമായണ ആദ്യം പറയാം, ബൈബിൾ അല്ലെങ്കിൽ ഖുർആൻ ഇതൊക്കെ പറയുന്നത് മതഗ്രന്ഥങ്ങളാണ് തീർച്ചയായിട്ടും. അതിനൊക്കെ ഖുർആന് ഒരു ടെക്സ്റ്റേ ഉള്ളൂ. അതിൽ ഒരു അക്ഷരം മാറിയാൽ അത് പ്രശ്നമാണ്. അതിലൊരക്ഷരം മാറാൻ പറ്റില്ല എന്നാണ് അതിന്റെ പാരായണത്തിന്റെ ഈണങ്ങളിൽ പോലും എന്നൊക്കെയുള്ള വ്യവസ്ഥകളുണ്ട്. അത് ഒരു ടെക്സ്റ്റ് ഒന്നാണ്. അത് എന്താ പറയാ, വിശ്വാസപരമാണ്. ബൈബിളിനും ഇതേ തലമുണ്ട്. നേരെ മറിച്ച് രാമായണം ബഹുസ്വരമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അത് ഹൈന്ദവം മാത്രമല്ല, അത് ബൗദ്ധമാണ്, ജൈനമാണ്, ദലിത് ആദിവാസികൾക്കിടയിൽ വാമൊഴി രാമായണങ്ങളുണ്ട്, മുസ്ലിം വേർഷനുണ്ട്, ഒക്കെയുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ രാമായണങ്ങളും എഴുതപ്പെട്ടതും സംസ്കൃതത്തിലല്ല. ഇപ്പോ വാൽമീകി രാമായണം എഴുതപ്പെട്ട സംസ്കൃതത്തിലാണെങ്കിൽ ബൗദ്ധ രാമായണം എഴുതപ്പെട്ടത് പാലി ഭാഷയിലാണ്. ജൈന മതസ്ഥരുടെ പൗമചര്യം എഴുതപ്പെട്ടത് പ്രാകൃത ഭാഷയിലാണ്. അപ്പൊ 3 ഭാഷകൾ, പൗരാണിക ഇന്ത്യയിലെ 3 ഭാഷകളിലും ഈ കൃതികൾ ഉണ്ടാണ്. അതുകൊണ്ട് ഒരു ഭാഷയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് അതിന്റെ ഒരു ഉത്തരം. ഇനി രാമായണം ഈ രീതിയിൽ ഒരു കൾച്ചറൽ ടെക്സ്റ്റ് ആണ്, ഒരു സാഹിത്യ കൃതിയും കൂടിയാണ്. എല്ലാവർക്കും സാഹിത്യകൃതി അവനവൻ്റെതാക്കാൻ പറ്റുന്നൊരു കഥയാണ്. തീർച്ചയായിട്ടും അതിന് എല്ലാവർക്കും അവരവരുടെ അനേകം version. വായനകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, സാധ്യമാണ്. അയോധ്യ ഇത്ര അയോധ്യകൾ ഉണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും അതെ, ഉണ്ടാകും. എല്ലാവരുടെ കഥയാകാം, എല്ലാവർക്കും പറയാം. തീർച്ചയായിട്ടും. അതിന് സുനീതക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കൽ ആ 20 അയോധ്യകളെ കുറിച്ച് മാത്രം ഒരു സംസാരമാവാം. അത് സംസാരിക്കാം. എവിടെയൊക്കെ എന്തൊക്കെ, അതിൽ എന്തൊക്കെ പറയുന്നു, അതിന്റെ എവിഡൻസ്, ചരിത്രകാരന്മാർ എന്ത് പറയുന്നു, ഇത് ബാബറി നമുക്ക് വേറൊരു മസ്ജിദിലെ സംസാര അയോധ്യക്കുള്ള വിഷയമാണ്. പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് അത് മാത്രം ഇത്ര വിശേഷപ്പെട്ടതായത്? ഓരോ ഓ- ഓരോ സ്ഥലത്തുമുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിൽ നടന്ന കഥയാണെന്നാണ്. ഇപ്പൊ ഞാൻ ഇന്തോനേഷ്യയിൽ കഴിഞ്ഞ വർഷം പോകുന്നു. അവിടെ ഈ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിന് എന്റെ വിഷയം ഇന്ത്യൻ ടെക്സ്റ്റുകൾ എങ്ങനെയാണ് ഇന്തോനേഷ്യയിൽ എത്തിയത് എന്നതായിരുന്നു. പിന്നെ ഞാൻ അതിന്റെ ഹെഡിങ് കൊടുത്തത് ദ ടെക്സ്റ്റുവൽ ട്രാവൽ ഓഫ് രാമായണ ഫ്രം ഇന്ത്യ ടു ഇന്തോനേഷ്യ എന്നാണ്. അപ്പോ ഈ ടെക്സ്റ്റുകൾ എങ്ങനെ അവിടെ എത്തി? നമ്മൾ പറയുന്നത് ഇത് അവിടത്തേക്ക് പോയതാണ്. അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് ഇത് അവിടെ അവിടെ ഇങ്ങോട്ട് നടന്ന ഒരു വന്നതാ. കഥയാണ്. ഇത് അല്ലാതെ അവരുടേന്നാണ് ഇന്ത്യൻ അവര് കഥ, വിശ്വസിക്കുന്നത് അല്ലേ? നമ്മൾ അതെ, അല്ലാതെ ഇന്ത്യൻ കഥ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തുകയാണെന്നല്ല അവർ വിശ്വസിക്കുന്നത്. എനിക്ക് അവരുടെ കൗതുകമുള്ള ഒരു കാര്യം കൂടി പറയാം. നമുക്ക് പലർക്കും ഒരു ധാരണയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ പകുതി വെച്ചൊരു കാര്യമാണ്, ഈ ശ്രീലങ്കയും രാമായണത്തിലെ ലങ്കയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇപ്പൊ ഞാൻ ഏഷ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും രാമായണം ഉണ്ട് എന്ന കാര്യം സൂചിപ്പിച്ചു. അതിൽ ഏറ്റവും കുറവ് രാമായണ കഥകളുള്ള ഒരു രാജ്യം ശ്രീലങ്കയാണ്. രാമായണത്തിലെ ഈ ലങ്കയും ഇന്നത്തെ ശ്രീലങ്കയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് HD സംഘാലിയ അദ്ദേഹത്തിന്റെ രാമായണ പഠനങ്ങൾ എന്ന കൃതിയിൽ തെളിവ് സഹിതം പറയുന്നത്. കാരണം ഏതാണ് അപ്പൊ ഒരു ലങ്ക? ചോദ്യമുണ്ട്, എവിടെയാ? അപ്പൊ ആ ലങ്ക എവിടെയാണെന്നുള്ള ചോദ്യമുണ്ട്. അതിൽ അദ്ദേഹം ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. മധ്യപ്രദേശിൽ 3 ലങ്കകളുണ്ട്, ഉത്തര ലങ്ക, ദക്ഷിണ ലങ്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 ലങ്കകളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഞാനിത് എന്റെ ഗവേഷണ കാലത്ത് പ്രൊഫസർ MN വിജയനോട് ഈ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ സമുദ്രം ചാടിക്കടന്നു എന്ന് പറയുന്നതോ, മധ്യപ്രദേശിൽ സമുദ്രം ഇല്ലല്ലോ എന്ന്. വിജയ മാഷ് പറഞ്ഞത് ലിംഗ്വിസ്റ്റിക്സിലെ ഒരു കൺഫ്യൂഷനാണ്. കാരണം സംസ്കൃതത്തിൽ കുളം, തോട്, പുഴ, കടൽ ഇതിനൊക്കെ സമുദ്രം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് വിജയ മാഷ് പറഞ്ഞ ഒരു തെളിവ്, രാജാക്കന്മാർ ചൂട് കാലത്ത് തണുപ്പ് കിട്ടാൻ വേണ്ടി എന്താ പറയാ ഇവിടെ താമസിച്ചിരുന്നു. കുളത്തിന്റെ നടുവില് വീട് കെട്ടി താമസിച്ചിരുന്നു. അതിന് പറയുന്ന പേര് സമുദ്രഗൃഹം എന്നാണ്. അവിടെ സമുദ്രം എന്ന് ഉപയോഗിക്കുന്നത് ഈ ഒരു കുളത്തെയാണ്. തമിഴന്മാര് തപ്പക്കുളം എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവിടെ സമുദ്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു കുളം എന്നതാണ്. അപ്പൊ ഈ ചാടിക്കടന്നത് ഒരു പുഴയാവാം, ഒരു തോടാവാം, ഒരു കുളമാകാം. ഞാൻ പറയുന്നതല്ല, വിജയമാഷ് വിശദീകരിച്ചത് പറയുന്നുണ്ട്. സംഘാലിയ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഇതിന്റെ ലാൻഡ്സ്കേപ്പുകള് ഇതൊക്കെ വെച്ചുകൊണ്ട് പറയുന്നത് ഇത് ഉത്തരേന്ത്യയിൽ വിന്ധ്യാപർവ്വതത്തിന്റെ അപ്പുറം നടന്ന ഒരു കഥയായിട്ടാണ്. അല്ലാണ്ട് സൗത്ത് ഇന്ത്യ, നമ്മുടെ കേരളം, ഈ ഒരു പ്രദേശം ഇതിന്റെ ശ്രീരാമൻ കഥാപരിസരത്ത് തന്നെ മലയാളിയായിരുന്നോ? കടന്നു വരുന്നില്ല എന്നത്. ശ്രീരാമൻ എങ്ങനെ? മലയാളിയായിരുന്നോ ശ്രീരാമൻ? മലയാളി ആയിട്ട് അവതരിപ്പിക്കുന്ന കഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം.
300 രാമായണാസ് എന്ന വളരെ പ്രസിദ്ധമായൊരു കൃതിയുണ്ട് എ.കെ. രാമാനുജന്റെ. അതിൽ അദ്ദേഹം ഒരു തെലുങ്ക് പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര രാമായണങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ ആയിരക്കണക്കിന് ടെക്സ്റ്റുകൾ, വാമൊഴി ടെക്സ്റ്റുകൾ കണ്ടിട്ടുണ്ടെന്നാണ്. ഇതേ ചോദ്യം അദ്ദേഹം ഒരു തമിഴ് പണ്ഡിതനോട് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്ന അനേകം ഞാൻ കണ്ടിട്ടുണ്ടെന്ന. എനിക്കും പറയാനുള്ളത് ഒരു ടെക്സ്റ്റ് അല്ല, അനേകം വാമൊഴി ടെക്സ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ കളക്ട് ചെയ്ത എന്റെ പുസ്തകത്തിലുള്ള അടിയ രാമായണം, ചെട്ടി രാമായണം, ചെട്ടി എന്ന് പറഞ്ഞാൽ വയനാടൻ ചെട്ടി എന്ന സമുദായത്തിൽ പറയുന്ന കഥകള്. പുൽപ്പള്ളി പ്രദേശത്തേക്ക് പോകുമ്പോൾ അവിടെ വാൽമീകി ആശ്രമമുണ്ട്, ആശ്രമം കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ പോയിട്ട് പിന്നെ ഇത് ഇവിടെ കഥ, ഈ വാൽമീകിയുടെ ആശ്രമം ഇവിടെയായിരുന്നു എന്നാണ് അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത്. സീതാദേവി ക്ഷേത്രം അതുപോലെ കുറെ ഉണ്ടോ? അത് വളരെ റയറാണോ സീതാദേവിയുടെ ഏത് ക്ഷേത്രം? സീതാ ക്ഷേത്രം, സീതാദേവിയുടെ ക്ഷേത്രം എന്ന് പറയുന്ന കേരളത്തിൽ എവിടെയുള്ളത്? എത്രയുണ്ട്? പുൽപ്പള്ളി. വളരെ കുറവായിരിക്കും. അല്ല, രാമക്ഷേത്രം കേരളത്തിലെ അല്ല കേരളത്തിൽ ചോദിക്കുന്നത്, മൊത്തം തന്നെ വളരെ രാമക്ഷേത്രം കുറവല്ലേ? രാമക്ഷേത്രം ഉണ്ട്, വളരെ കുറവാണ്. പക്ഷെ ക്ഷേത്രം, രാമക്ഷേത്രം ഉണ്ട്. സീതാ അതെ. ക്ഷേത്രം അപ്പൊ വയനാട്ടിലെ. അതെ, പുൽപ്പള്ളിയിലേക്ക് പോകുമ്പോ അവിടെ വാൽമീകി ആശ്രമമുണ്ട്. ആശ്രമം കൊല്ലി എന്ന സ്ഥലത്തിന്റെ പേര്. അവിടെ തന്നെ പിന്നെ വാൽമീകി തപസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു വലിയൊരു പാറയുണ്ട്. ആ പാറയുടെ, അതിന് പറയുന്ന മുനിപ്പാറ എന്നാണ്. അതേപോലെ യോഗിമൂല ഒരു സ്ഥലമാണ്, അവിടെ ഈ മഹർഷിമാരൊക്കെ താമസിച്ച സ്ഥലം എന്ന് പറയുന്ന സ്ഥലം. ജഡയറ്റ കാവ് പുൽപ്പള്ളി താഴെയങ്ങാടിയിലുള്ള ഒരു സ്ഥലമാണ്. സീതാദേവി ഭൂമിയിലേക്ക് താണു പോകുമ്പോൾ മുടി പിടിച്ചു വെച്ചു രാമൻ. അത് ജഡ അറ്റുപോകുന്ന മുടി, അതാണ് ജഡയറ്റ കാവ്. ഇങ്ങനെ ലവകുശന്മാരുടെ കല്യാണം നടന്നു എന്ന് വിശ്വസിക്കുന്ന തറവാട് പോലും നമ്മുടെ നാട്ടിലുണ്ട്, വയനാട്ടിൽ. അതുകൊണ്ട് രാമൻ ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ടുണ്ടായിരുന്നു രാമനും ഞങ്ങൾ സീതയും. വയനാട്ടുകാർ പറയും അത് സ്വന്തമായിട്ട് നമുക്ക് പുൽപ്പള്ളിക്കാരനാണ്. അല്ല, വയനാട്ട് സീത അടി എങ്ങനെ വയനാട്ടുകാരനാണ് രാമൻ, രാമനും സീതയും. അതെ. അല്ല, സീത പുറപ്പെടുന്നത് പുൽപ്പള്ളിയിലാണ്. ശരിക്കും പോപ്പുലർ ഇവരുടെ കഥ ഒപ്പീനിയൻ എന്താണ്? കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്നത് ഈ രാമൻ അല്ല, സീത ഒക്കെ എവിടെയായിരുന്നു എന്നാ? അത് എപ്പോഴും ഏറ്റവും പോപ്പുലർ ടെക്സ്റ്റ് തീർച്ചയായിട്ടും വാൽമീകി രാമായണം തന്നെയാണ്. അതാണ് പിന്നെ ഏറ്റവും പ്രബലമായ ടെക്സ്റ്റ്. അത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം അത് ഏത് കൃതി, ഒരു ക്ലാസിക്കൽ സ്വഭാവം ഏറ്റവും കൂടുതലുള്ള കൃതിയാണ് നൂറ്റാണ്ടുകളെ അതിജീവിക്കുക. ആ അർത്ഥത്തിൽ വാൽമീകി രാമായണമാണ് ഏറ്റവും വലുത്. അതിൽ പറയുന്ന അയോധ്യ ഏത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങൾ അയോധ്യയാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ. കാരണം അയോധ്യകളെ കുറിച്ച് മാത്രം ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാം. ബൗദ്ധ കഥകളിൽ വരുന്ന അയോധ്യ ഫൈസാബാദിലെ അയോധ്യ അല്ല, അത് വാരാണസിയിലാണ് അതിൽ വരുന്നത്. ബൗദ്ധ ദശരഥ ജാതകത്തിലൊക്കെ വരുന്ന അയോധ്യ അല്ലെങ്കിൽ ദശരഥ മഹാരാജാവിന്റെ കൊട്ടാര സ്ഥിതി ചെയ്യുന്നത് വാരാണസിയിലാണ് ഒരു ഭാഗത്ത്. ഒന്ന്. പിന്നെ ഇത് തന്നെ ഡിഫറെന്റ് ആയിട്ട് ഇപ്പോ നമ്മുടെ അതിന്റെ തൊട്ടടുത്തുള്ള പല സ്റ്റേറ്റുകളിലും ഈ പ്രദേശത്താണ്, അല്ലെങ്കിൽ അയോധ്യയിൽ തന്നെ പല സ്ഥലത്തും പറയും ഇവിടെയാണ് രാമൻ ജനിച്ചത് എന്ന് പറയും. അപ്പോൾ ഈ രീതിയിലുള്ള ആഖ്യാനങ്ങള്, പാഠങ്ങള് അനേകം ഉണ്ടായിട്ടുണ്ട്. ഇതില് വേണമെങ്കിൽ നമുക്ക് നിർത്തുമ്പോൾ ഇങ്ങനെ പറയാം. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് നിർത്താം. എ.കെ. രാമാനുജൻ അദ്ദേഹത്തിന്റെ 300 രാമായണാസ് എന്ന പുസ്തകത്തിൽ തുടക്കത്തിൽ ഒരു നാടോടി കഥ ഉദ്ധരിക്കുന്നുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. രാമനും ഹനുമാനൊക്കെ അടുത്തടുത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാമന്റെ മോതിരം കയ്യിൽ നിന്ന് ഊരി താഴേക്ക് വീഴുന്നു. അപ്പൊ അത് ഉരുണ്ട് പോയി ഒരു മാളത്തിലൂടെ പാതാളത്തിലേക്ക് പോകുന്നു. അപ്പൊ രാമൻ പറയുന്നു, എന്റെ മോതിരം വീണ്ടെടുത്ത് തരണമെന്ന് ഹനുമാനോട് പറയാണ്. ഹനുമാന്റെ ഒരു പ്രത്യേകത, പർവ്വതം പോലെ ഉയരാനും പറ്റും, വലുതാവാനും പറ്റും, ഉറുമ്പിനെ പോലെ ചെറുതാവാനും പറ്റും. അപ്പൊ ഹനുമാൻ ചെറിയ ഉറുമ്പിന്റെ രൂപം പ്രാപിച്ച് ഈ മാളത്തിലൂടെ പാതാള ലോകത്തിലേക്ക് പോകുന്നു. പാതാള ലോകത്തിലെത്തിയപ്പോ അവിടെ പ്രേതാത്മാക്കളുടെ രാജാക്കന്മാരാ ഭരിക്കുന്നത്. അവര് ഈ കുരങ്ങിനെ കാണുന്നു, ഈ ചെറിയ ജീവിയെ. കുരങ്ങെന്ന് അങ്ങനെയാണല്ലോ പറയാ, ചെറിയ ഈ രൂപത്തെ കാണുന്നു. അപ്പോ ഈ രാജാവിന് കൊടുക്കാൻ പോകുന്ന ഭക്ഷണ വിഭവങ്ങളിൽ ഒന്നായിട്ട് ഈ ഹനുമാനെ വെക്കുകയാണ് മുമ്പില്. അപ്പൊ ഹനുമാനെ കാണുന്നു. അപ്പൊ ഹനുമാൻ സംസാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആരാ, എന്തിനാ വന്നതെന്നൊക്കെ ആ രാജാവ് ചോദിക്കുന്നു. അപ്പൊ പറയുന്നു, എന്റെ രാമന്റെ മോതിരം ഇങ്ങനെ വീണുപോയി, അത് വീണ്ടെടുക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ രാജാവ് പരിചാരകരോട് പറയുന്നു, മോതിരങ്ങൾ കൊണ്ടുവരാൻ പറയുന്നു. അപ്പോൾ വലിയ ഒരു താലത്തിൽ നിറയെ കുറേ മോതിരങ്ങളുമായിട്ട് ഈ പരിചാരകർ വരികയാണ്. അപ്പോ ഹനുമാൻ ആകെ കുഴങ്ങിപ്പോകുന്നു, ഒരേപോലുള്ള മോതിരങ്ങൾ. അപ്പൊ ഈ രാജാവ് പറയാണ്, അനേകം രാമന്മാരുണ്ട്, ഓരോ രാമാവതാരം കഴിയുമ്പോഴും ഇങ്ങനെ മോതിരം താഴേക്ക് വീഴും. ഞാൻ അതൊക്കെ എടുത്ത് ശേഖരിക്കുകയായിരുന്നു. നിങ്ങളുടെ രാമന്റെ മോതിരം ഇതിൽ നിന്ന് എടുത്തോളൂ.
എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ രാമൻ അവിടെ ഉണ്ടാവില്ല. പിന്നെ ലവകുശന്മാരുടെ പിതാവായ രാമനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം അദ്ദേഹം സരയൂ നദിയിൽ വിലയം പ്രാപിച്ചിട്ടുണ്ടാവും എന്ന കാര്യം സൂചിപ്പിക്കുന്നു. അപ്പോ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ അനേകം മോതിരങ്ങൾ പോലെ അനേകം രാമന്മാരുണ്ട്, അനേകം രാമായണങ്ങളുണ്ട്. അതൊരൊറ്റ ടെക്സ്റ്റ് അല്ല. അതിനെ ഒരൊറ്റ ടെക്സ്റ്റിലേക്ക് ചുരുക്കുമ്പോൾ അത് രാമായണ സംസ്കാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായിരിക്കും. അത് ഇപ്പൊ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ രാമായണത്തിലേക്ക് ചുരുക്കുന്നു. ഇപ്പൊ നമ്മൾ സീരിയൽ രാമായണങ്ങൾ ചെയ്ത വലിയൊരു ദ്രോഹം അതിനെ ഒരൊറ്റ ടെക്സ്റ്റിലേക്ക് ചുരുക്കി എന്നുള്ളതാണ്. ബാബരി മസ്ജിദ് തകർന്ന ഉടനെ കാഠ്മണ്ഡുവിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ റൊമിള താപ്പറിനോട് പാകിസ്ഥാനിലെ പ്രമുഖനായ ഒരു നോവലിസ്റ്റ് ഇംതിസാർ ഹുസൈൻ, അദ്ദേഹം വലിയ എഴുത്തുകാരനാണ്, അദ്ദേഹം റൊമിള താപ്പറിനോട് പറഞ്ഞൊരു വാചകമുണ്ട്: ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ സങ്കല്പത്തിലുള്ള രാമൻ വിശാലമായ ഒരു ക്യാൻവാസിലുള്ള ഒരാളായിരുന്നു, വലിയൊരു ലോകത്തില്. ഓരോ ആൾക്കും ഇമാജിൻ ചെയ്യായിരുന്നു എങ്ങനെ ഞങ്ങളുടെ രാമന്. ഗാന്ധിയുടെ രാമൻ എൻ്റെ ഹൃദയത്തിലാണെന്ന് പറയുന്നുണ്ടല്ലോ, രാമൻ എൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ രാമൻ. അങ്ങനെ ഓരോരുത്തർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അതോട് ബാബരി മസ്ജിദ് പൊളിച്ചതോടുകൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ മാപ്പ് മാറ്റി വരയ്ക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചെറിയ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ രാമനെ ഒതുക്കി കളഞ്ഞുവെന്ന്. ഇതാണ് എനിക്ക് അതിൻ്റെ ബഹുസ്വരതയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഓർമ്മ വരുന്ന. ഇത് റൊമിള താപ്പർ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ബഹുസ്വരത എന്നത് എന്ന് നശിക്കുന്നു? നമ്മൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ബഹുസ്വരതയെക്കുറിച്ച് നിരന്തരം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് രാമായണങ്ങളും അങ്ങനെ തന്നെയാണ്, ബഹുസ്വരമാണ്. ഇപ്പൊ ദലിത് ആദിവാസി രാമായണങ്ങളിൽ നേരത്തെ സുനിത ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, രാമനെ വിശുദ്ധനായി കാണുന്നുണ്ടോ, രാമനെ മര്യാദ പുരുഷനായിട്ട്? അങ്ങനെയൊന്നല്ല. അവരുടെ ദേവീദേവന്മാരിൽ അതിന്റെ താഴെ, ചിലപ്പോ താഴെ, ചിലപ്പോ മുകളിൽ, ചിലപ്പോൾ അതിൻ്റെ ഒരു ബന്ധുവായി, അങ്ങനെയൊക്കെ പല വിധാനത്തിലാണ് രാമനെ നോക്കിക്കാണുന്നത്. അതാണ് അതിൻ്റെ സൗന്ദര്യം. ഈ സൗന്ദര്യത്തെ, ഈ ബഹുസ്വരതയെ നമ്മുടെ നാട്ടിൽ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ പ്രവണത. അതിനെ ചെറുക്കുക എന്നുള്ളത് രാമായണ ഗവേഷകരുടെ, പണ്ഡിതന്മാരുടെ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.